നമസ്കാരം. ക്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. വെടിനിർത്തൽ പ്രഖ്യാപിച്ച് 10 ദിവസം പിന്നിട്ടിട്ടും ഗാസയിൽ സമാധാനം അകലെ. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം മാത്രം ഗാസയിൽ കൊല്ലപ്പെട്ടത് 100ഓളം പേരാണ്. പ്രഖ്യാപനം ആദ്യം നടത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും കരാർ അംഗീകരിച്ച ഇസ്രയേലിനെയും ഹമാസിനെയും വിശ്വസിച്ച് ഗാസയിലെ വീട്ടിലേക്കെത്തിയ 11 അംഗ കുടുംബത്തെ ഒന്നാകെ ഇസ്രയേൽ സൈന്യം കൊലപ്പെടുത്തിയ വാർത്ത ലോകത്തെ ഞെട്ടിച്ചു. റാഫ അതിർത്തി ഇനിയും തുറന്നിട്ടില്ല. കരാർ പ്രകാരം സഹായം എത്തുന്നതും ഇസ്രയേൽ തടസ്സപ്പെടുത്തുന്നു. 16 ബന്ദികളെ ഹമാസ് ഇനിയും കൈമാറാനുണ്ട്. ഹമാസും സായുധ സംഘങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലും ഹമാസിന്റെ ക്രൂരതകളും കാരണമാക്കി ഇസ്രയേൽ കൊന്നു തള്ളുന്നത് ഗാസയിലെ സാധാരണക്കാരായ മനുഷ്യരെയാണ്. ഹമാസിന്റെ ഒക്ടോബർ ആക്രമണത്തിന് തിരിച്ചടിയായി നടത്തിയ 2 വർഷത്തെ യുദ്ധം കവർന്നതിലേറെയും സാധാരണക്കാരായ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ജീവനാണ്. സാധാരണ മനുഷ്യർ കൊല്ലപ്പെടുമ്പോൾ ഗാസയിൽ വെടിനിർത്തൽ നിലവിലുണ്ടെന്ന് എങ്ങനെ പറയും? വെടിനിർത്തലിന്റെ 2ാം ഘട്ടത്തിലേക്ക് എത്തും മുൻപ് കരാർ അട്ടിമറിക്കുന്നോ നെതന്യാഹു? ഈ വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ചർച്ചയിൽ എനിക്കൊപ്പം ഡോക്ടർ മോഹൻ വർഗീസ്, വിദേശകാര്യ വിദഗ്ധൻ, ശ്രീ PM നാരായണൻ, മാധ്യമപ്രവർത്തകൻ, ഒപ്പം നിർമ്മൽ എബ്രഹാം, വിദേശകാര്യ വിദഗ്ധൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ഡോക്ടർ മോഹൻ വർഗീസ്, ഗാസയിൽ കഴിഞ്ഞ 10 ദിവസത്തിനിടെ 100ഓളം മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. 24 മണിക്കൂറിനിടെ 57 മൃതദേഹങ്ങൾ എത്തിച്ചു ആശുപത്രിയിലേക്കെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നു. ഇത്രയും മനുഷ്യർ കൊന്നു വീഴുന്ന ഒരിടത്ത് വെടിനിർത്തൽ ഉണ്ട് എന്ന് കരുതാമോ? രേണുക, തത്വത്തിൽ വെടിനിർത്തലിന്റെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കൃത്യമായി പറഞ്ഞാൽ വെടിനിർത്തൽ ഔപചാരികമായി നിലവിൽ വന്ന ഒക്ടോബർ 10 ശേഷം ഇതാ 10 ദിവസം പിന്നിട്ടിരിക്കുന്നു. പക്ഷെ ആ 10 ദിവസത്തിനുള്ളിൽ വെടിനിർത്തലിന്റെ ഫലം എന്തായിരുന്നു? എപ്പോഴെല്ലാം ചെറിയ ചെറിയ പ്രകോപനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം തന്നെ വർദ്ധിത വീര്യത്തോടുകൂടി ഇസ്രയേലിന്റെ IDF തിരിച്ചടിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അത് കഴിഞ്ഞ ദിവസവും ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഇസ്രയേലി കവചിത വാഹനത്തിനെതിരെ നടത്തിയ ആന്റി ടാങ്ക് വേധ മിസൈൽ ഒരു ആക്രമണം. അത് നടത്തിയത് ഹമാസ് ആണ് എന്നും അല്ല എന്നും 2 അഭിപ്രായമുണ്ട്. എന്നിരുന്നാലും 2 IDF സൈനികർ അവിടെ മരിച്ചു വീഴുകയാണ്. അതിനുള്ള തിരിച്ചടി വളരെ ഭയാനകമായിരുന്നു. അതിനുള്ള തിരിച്ചടി എന്ന നിലയിൽ 44 പേരാണ് മരണപ്പെട്ടത്. അതിൽ ഹമാസിന്റെ പോരാളികളുണ്ട്, അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകളുമുണ്ട്. അതുകൊണ്ട് എത്രത്തോളം ഫ്രജൈലാണ് ഈ പീസ് പ്രോസസ്, ഇപ്പോൾ എത്തിച്ചേർന്നു എന്ന് പറയുന്ന പീസ് പ്രോസസ് എത്രത്തോളം ഫ്രജൈലാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അത് മാത്രമല്ല, ഇത് 1ാം ഘട്ടം മാത്രമാണ്. 1ാം ഘട്ടം വിജയകരമായി പൂർത്തിയായെങ്കിൽ മാത്രമേ 2ാം ഘട്ടം തത്വത്തിൽ അംഗീകരിക്കപ്പെടൂ. 2ാം ഘട്ടമാണ് നിർണായകമായ ഘട്ടം. ഈ 1ാം ഘട്ടത്തിൽ തന്നെ കഴിഞ്ഞ 2 പ്രാവശ്യവും യുദ്ധം തുടങ്ങിയതിനു ശേഷം നവംബർ 2023 പിന്നീട് ജനുവരി 2025 2 പ്രാവശ്യം വെടിനിർത്തൽ ലംഘിക്കപ്പെട്ടു. ആ 2 പ്രാവശ്യവും ആദ്യ ഘട്ടത്തിൽ തന്നെയാണ് അത് ലംഘിക്കപ്പെട്ടത്. അതുകൊണ്ട് വെടിനിർത്തൽ തുടരണം, അവിടെ സമാധാനം ആത്യന്തികമായി ഉണ്ടാകണം എന്ന ആഗ്രഹം, ഇച്ഛാശക്തി 2 കൂട്ടർക്കും ഇല്ലാത്തതുപോലെ തോന്നുകയാണ്. പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന്, ഹമാസിന്റെ ഭാഗത്തു നിന്ന് എന്ന രൂപത്തിൽ വരുന്ന ഏത് പ്രകോപനത്തെയും അത് പൂർണ്ണമായ തങ്ങൾക്ക് തിരിച്ചടിക്കാനുള്ള ലൈസൻസ് ലഭിച്ചിരിക്കുന്നു എന്ന മട്ടിൽ തന്നെയാണ് ആക്രമണം, തിരിച്ചുള്ള പ്രത്യാക്രമണം നടന്നിരിക്കുന്നത്. നോക്കൂ, ഇവിടെ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തെക്കുറിച്ച് വരുന്ന റിപ്പോർട്ടുകൾ വിശ്വസിക്കാമെങ്കിൽ അതിൽ പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ അനുഗ്രഹത്തോടുകൂടി അല്ല നടന്നിരിക്കുന്നത്. ഇസ്രായേൽ ഏകപക്ഷീയമായി ഇസ്രായേൽ സേനയെ പ്രകോപിപ്പിച്ചപ്പോൾ ഏകപക്ഷീയമായി തന്നെ അവർ തിരിച്ചടിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതിന് ട്രംപിന്റെ അനുവാദമൊക്കെ വാങ്ങി സമാധാന മധ്യസ്ഥന്മാരുടെ അനുഗ്രഹത്തോടുകൂടി ഒന്നും തന്നെയല്ല. അതുകൊണ്ട് ചെറിയ പ്രകോപനങ്ങൾക്ക് പോലും വൻ തിരിച്ചടി എന്ന നിലപാടിലേക്ക് നീങ്ങുമ്പോൾ എങ്ങനെയാണ് 2ാം ഘട്ടത്തിലേക്ക് നീങ്ങുക? അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. 2ാം ഘട്ടത്തിലാണ് ഏറ്റവും നിർണായകമായ ചർച്ചകൾ നടക്കേണ്ടത്. ഹമാസിന്റെ നിരായുധീകരണമാണ് ഏറ്റവും കുഴഞ്ഞു മറിഞ്ഞ. ഡോക്ടർ മോഹൻ വർഗീസ്, ആ 2ാം ഘട്ടത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടക്കാനിരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ
തുടരെയുള്ള ആക്രമണം എങ്ങനെയാണോ രക്തരൂഷിതമായ അവിടെ ആക്രമണം നടന്നിരുന്നത് അതിന്റെ ഏറ്റവും കഠിനമായ ദിനങ്ങളിൽ എങ്ങനെയായിരുന്നു അതുപോലൊരു ദിനമായിരുന്നു ഈ ഞായറാഴ്ച ഇന്നലെ കടന്നുപോയത്. അപ്പോൾ അത്രമാത്രം വലിയ പ്രകോപനങ്ങൾ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതിന് അവരുടേതായ കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. അവരുടെ യെല്ലോ ലൈൻ കടന്നു വന്നവരെയാണ് ആക്രമിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. നോക്കൂ, പക്ഷേ ഈ ആക്രമണത്തിന് ശേഷം ഇസ്രയേൽ ഇപ്പോൾ പറയുന്നു വെടിനിർത്തലിലേക്ക് ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നു എന്ന്. അപ്പോൾ ചെറിയ പ്രകോപനങ്ങൾക്ക് വലിയ പ്രഹരശേഷിയുള്ള ആക്രമണങ്ങൾ നടത്തിയതിനു ശേഷം ഞങ്ങൾ ഇതാ വെടിനിർത്തലിൽ തന്നെ എന്ന് പറയുന്നത് ഒരു കബളിപ്പിക്കൽ പോലെയല്ലേ കാണേണ്ടത്? അത് കേവലം കബളിപ്പിക്കൽ മാത്രമല്ല, ഇപ്പം കയ്യൊക്കുള്ളവരുടെ നീതിയാണ് നീതി, അവർ പറയുന്നതാണ് നീതി. ഇവിടെ ഒരു എസിമെട്രിക്കൽ ഒരു സിസ്റ്റമാണ്, ഇവിടെ ഒരു സിമെട്രി ഇല്ല. ഹമാസിനേക്കാൾ അതിശക്തമാണ് ഇസ്രയേലിന്റെ സേനാ സംവിധാനങ്ങൾ. അതുകൊണ്ട് ഏകപക്ഷീയമായി ഇസ്രയേലിന് ആ കാര്യങ്ങളിൽ ഒരു മേൽക്കൈയുണ്ട്. അതുകൊണ്ടാണല്ലോ മധ്യസ്ഥന്മാരുടെ സഹായത്തോടുകൂടി ഖത്തറിന്റെയും ഈജിപ്തിന്റെയും തുർക്കിയുടെയും ഒക്കെ മധ്യസ്ഥതയോടുകൂടി അമേരിക്കയുടെ ആശീർവാദത്തോടുകൂടി ഈ കരാറിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ കരാർ ഇംപ്ലിമെന്റ് ചെയ്യാൻ വെടിനിർത്തൽ പ്രക്രിയ പോലും ഉണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള ചുമതല മധ്യസ്ഥന്മാർക്കുണ്ട്. പക്ഷെ അവരുടെ സേനാ വിഭാഗങ്ങൾ ഒന്നും തന്നെ അവിടെ കടന്നു വന്നതായി ഒരു സൂചനയുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ വെടിനിർത്തൽ എന്ന് പറയുന്ന ഒരു ധാരണ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഹമാസും ഇസ്രായേലും അംഗീകരിച്ചിരിക്കുന്ന, തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്നതും എന്നാൽ ഇടയ്ക്കിടെ ലംഘിക്കപ്പെടുന്നതുമായ ധാരണ. ഇപ്പോൾ ഹമാസ് പറയുന്നു അവരുടെ ഇന്റേണൽ കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനം തകർന്നിരിക്കുന്നു. അതുകൊണ്ട് കൃത്യമായ ആശയവിനിമയങ്ങൾ ഹമാസിന്റെ ആളുകൾ പല ഇടങ്ങളിലായി ചിതറി നിൽക്കുന്ന അവരുടെ ഫൈറ്റേഴ്സ് അവർ തമ്മിലുള്ള ആശയവിനിമയം പൂർണ്ണമായും നടക്കുന്നില്ല. അതുകൊണ്ടാണ് തങ്ങളുടെ സേനാ വിഭാഗങ്ങളാണോ തങ്ങളുടെ ആയുധധാരികളാണോ ഇസ്രായേൽ സൈന്യത്തെ ആക്രമിച്ചത് എന്ന് ഉറപ്പിച്ചു പറയാൻ ഇപ്പോൾ ഇസ്രായേലിന് കഴിയുന്നില്ല. അതങ്ങനെ തന്നെ ഇപ്പോൾ ഹമാസിന് കഴിയുന്നില്ല. അത് പക്ഷേ അതൊരവസരമായി എടുത്തുകൊണ്ട് ഇസ്രായേൽ അതിശക്തമായ ആക്രമണമാണ്. എന്നിട്ട് ഏകപക്ഷീയമായി പിൻവലിക്കുന്നു. ആക്രമണം നടത്തി, പക്ഷേ തങ്ങൾ തന്നെ ആ ആക്രമണത്തിന് മറുപടി കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തങ്ങൾ പിൻവലിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇതാ വീണ്ടും വെടിനിർത്തൽ ലഭ്യമായിരിക്കുന്നു. അതിനർത്ഥം എന്താണ്? വെടിനിർത്തൽ എന്നത് യഥാർത്ഥ വെടിനിർത്തൽ മരീചികയായിരിക്കുന്നു. ഹമാസ് ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്, ശാശ്വതമായ സമാധാനം, ശാശ്വതമായ വെടിനിർത്തൽ. ശാശ്വതം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇടയ്ക്കിടയ്ക്ക് ലംഘിക്കപ്പെടുന്ന, വീണ്ടും വീണ്ടും തുടർന്ന് മധ്യസ്ഥന്മാരുടെ സഹായത്തോട് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന ഒന്നല്ല. ഒരിക്കൽ വെടി നിർത്തിയാൽ അത് വെടി നിർത്തി എന്ന് തന്നെയാണ് അർത്ഥമാക്കേണ്ടത്. അതാണ് ശാശ്വതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശാശ്വതമായ വെടിനിർത്തൽ ആ അർത്ഥത്തിൽ നോക്കിയാൽ ശാശ്വതമായ വെടിനിർത്തൽ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ കാണേണ്ടതുണ്ട്. ആ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് രണ്ടാം ഘട്ടം? അപ്പൊ ആ വെടിനിർത്തൽ ലംഘിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഹമാസിന്റെ പക്ഷത്ത് ആയുധങ്ങളുണ്ട്. ആയുധങ്ങൾ അവരെ താഴെ വെക്കണമെങ്കിൽ ചില ഉറപ്പുകളാണ് അത് ചോദിക്കുന്നത്. ചില സുരക്ഷാ ഉറപ്പുകൾ കൊടുക്കാൻ മധ്യസ്ഥന്മാർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. അതിൽ ആത്യന്തികമായി ഉറപ്പൊരിക്കലും കൊടുക്കാനാവാത്തതാണ്. അത് സ്വതന്ത്ര പരമാധികാര ലഭ്യമാകും വരെ തങ്ങൾ ആയുധങ്ങൾ കൈവയ്ക്കില്ല എന്ന് പറയാൻ താഴെ വെക്കില്ല. തീർച്ചയായും പ്രകോപനങ്ങൾ ഇരുഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അവിടെ മരിച്ചു വീഴുന്നത് സാധാരണ മനുഷ്യരാണ്. അപ്പോഴും വെടിനിർത്തൽ കരാർ നിലവിലുണ്ട് എന്ന അവകാശവാദങ്ങളും വരികയാണ്. ശ്രീ PM നാരായണൻ, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഒരു വെടിനിർത്തൽ കരാർ അത് അറബ് രാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ടതാണ്. ട്രംപിന്റെ 20 ദിന പദ്ധതിയാണ് നടപ്പാക്കാൻ പോകുന്നത്. അതിന് പ്രധാനമായും ചുക്കാൻ പിടിച്ചത് ട്രംപ് തന്നെയാണ്. നമുക്കറിയാം, നൂറ്റാണ്ടുകളുടെ നീണ്ട പ്രശ്നങ്ങളാണ്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം കൊണ്ട് നിർത്തിവെക്കാൻ കഴിയുന്നതല്ല. അവിടെ ചെറിയ ചെറിയ ആക്രമണങ്ങൾ നടക്കുന്നു. അത് കഴിഞ്ഞ ഈ ഞായറാഴ്ച, ഇന്നലെ അത് വളരെ രൂക്ഷമായ ഒരു ആക്രമണത്തിലേക്ക് പോയി. പക്ഷേ പിന്നീട് ഇന്ന് തന്നെ വെടിനിർത്തലിലേക്ക് ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുന്നു എന്ന് ഇസ്രായേൽ പറയുന്നു. ഈ ഘട്ടത്തിൽ തന്നെ ട്രംപിന്റെ അഡ്വൈസർ ജറേഡ് കുഷ്നർ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വിറ്റ്കോഫ് അവിടെ എത്തിയിരിക്കുന്നു. മാത്രവുമല്ല, JD വാൻസ് അല്പസമയത്തിനകം നെതന്യാഹുവിനെ കാണും, അവിടേക്ക് എത്തും, ടെൽ അവീവിലേക്ക് എത്തും എന്ന വിവരങ്ങളാണ് വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ആ പീസ് പ്രോസസ് മുന്നോട്ട് പോകുന്നുണ്ട്, ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എന്ന് നമുക്ക് കരുതാമോ? ഈ ട്രംപിന്റെ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് അദ്ദേഹം ഇത് എടുത്തു കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്പകാലത്തേക്കെങ്കിലും ഈ വെടിനിർത്തൽ ആ മേഖലയിൽ ഉണ്ടാവേണ്ടത് ട്രംപിന്റെ കൂടെ ആവശ്യമാണ്. ആ കോണ്ടെക്സ്റ്റിൽ വെടിനിർത്തൽ തുടരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. പക്ഷെ ഇപ്പോൾ അവിടെ നടക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു വെടിനിർത്തൽ അവിടെ ഉണ്ടായിട്ടില്ല. നിരന്തരം ആക്രമണങ്ങൾ രണ്ട് ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. ഓഫ്കോഴ്സ് ചെറിയ രീതിയിലെങ്കിലും കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു സമാശ്വാസം നമ്മൾക്കുണ്ട്. ഇതിലേറ്റവും പ്രധാനമായ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത്, ഈ രണ്ട് പാർട്ടീസിനും, ഇസ്രായേലിനും അതേപോലെ ഹമാസിനും, ഇതിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം ഈ വെടിനിർത്തലിൽ.
ഇത് 20 രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങളും ഈ ട്രംപും ബാക്കി ഒട്ടനവധി പേരും ചേർന്നിരുന്നുകൊണ്ട് തീരുമാനിച്ചെടുത്ത ഒരു കാര്യമാണ് ഈ വെടിനിർത്തൽ എന്നത്. അതിൽ ഈ രണ്ട് പാർട്ടികളും പങ്കെടുത്തില്ല എന്നുള്ളത് തന്നെ അതിന് ഒരു വലിയൊരു വിരോധാഭാസമായി നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. അതിനുള്ള കാരണങ്ങൾ നമ്മൾ നിലനിർത്തുന്നുണ്ടെങ്കിൽ പോലും ഈ ഒപ്പിടൽ ചടങ്ങിൽ ഈ രണ്ടുപേരും ഉണ്ടായിരുന്നില്ല, ഹമാസും ഉണ്ടായിരുന്നില്ല, ഇസ്രായേലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ മേഖലയിലെ വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് ഈ പലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂ. അതിന് ഹിസ്റ്റോറിക്കലായിട്ട് വലിയൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള വെടിനിർത്തലുകളെ നമ്മൾക്ക് കാണാൻ പറ്റുള്ളൂ. ഓസ്ലോ കരാർ മുതൽ, അല്ലെങ്കിൽ അതിനു മുന്നേ 67 യുദ്ധം മുതൽ ഒട്ടനവധി വെടിനിർത്തൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമാനമായ സാഹചര്യങ്ങളിലുള്ള ഇരു കക്ഷികളും കടന്നു പോയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ഒരു 70-80 വർഷമായി സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്ത ഒരു മേഖലയാണ് ഇത് എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ഇപ്പോൾ അവിടെ നടക്കുന്ന കാര്യത്തെ ചേർത്ത് വായിക്കാൻ പറ്റുള്ളൂ. ഇവിടെ കേവലമായ സമാധാനം വരണമെങ്കിൽ അത് തീർച്ചയായിട്ടും ട്രംപിന്റെ അല്ലെങ്കിൽ ഒപ്പിടലുകളോടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സാധ്യത എന്റെ മുന്നിൽ തോന്നുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ ഖത്തറും തുർക്കിയും എല്ലാം അറബ് രാജ്യങ്ങൾ ഹമാസിന്റെ മേലെ സമ്മർദ്ദം ഉപയോഗിക്കുകയാണെങ്കിൽ വെടിനിർത്തൽ സാധ്യമാവാം. അതേപോലെ അമേരിക്ക ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുക. ഈ രണ്ട് സമ്മർദ്ദങ്ങൾ രണ്ട് പാർട്ടികൾക്കും മുകളിൽ വലിയ രീതിയിൽ വരികയാണെങ്കിൽ ഈ വെടിനിർത്തലിന് കൂടുതൽ അർത്ഥതലം കൈവരിക്കാൻ സാധിക്കും. അതില്ലാത്ത ഒരു സാഹചര്യമാണ് നമുക്ക് ഇപ്പോൾ കാണുന്നത്. ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചില്ല, ഈ ട്രംപിന്റെ ഒരു അൾട്ടർ ഈഗോ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയുള്ള ഒരു യുദ്ധവിരാമമായി നമ്മൾ ഈ പലസ്തീനെ കൊണ്ടെത്തിക്കുന്നത് വലിയ രീതിയിൽ ആ മേഖലയിലെ ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹമാണത്. ഇന്നലെ രേണുക സൂചിപ്പിച്ച പോലെ 12 പേരടങ്ങുന്ന കുടുംബം ഒട്ടൊക്കെ ഒരു ബോംബിങ്ങിൽ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അവർ വെടിനിർത്തൽ എന്ന സമാശ്വാസനത്തിന്റെ തണലിലാണ് പുറത്തിറങ്ങി നടന്നത്. അവർക്ക് മേലെയാണ് ഈ ബോംബിംഗ് ഉണ്ടായത്. അവർ ഒന്നായി മാറി. നേരത്തെ ഇപ്പൊ മോഹൻ വർഗീസ് സൂചിപ്പിച്ച പോലെ ഇതാണ് ഇതിന്റെ ആദ്യ ഘട്ടം എന്നത്. ഇസ്രായേലിന്റെ നിലപാട് വളരെ കൃത്യമാണ് തുടങ്ങുന്നത് തന്നെ. അതായത് ഞങ്ങൾക്ക് ഹമാസിനെ ഇല്ലാതാക്കണം, ബന്ദികളെ തിരിച്ചെത്തിക്കണം. ഇതിൽ ബന്ദികളെ എല്ലാവരെയും തിരിച്ചെത്തിക്കുക, ജീവനോടെ തിരിച്ചെത്തിക്കാൻ സാധിച്ചു എന്നുള്ളത്, അതായത് അവൈലബിൾ ആയിട്ടുള്ള ബന്ദികളെ തിരിച്ചെത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമാണ്. പക്ഷെ ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ള ദൗത്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഏതൊരു സാധ്യതയും, അതായത് ഹമാസിന്റെ ഭാഗത്തുകൊണ്ടുള്ള ഏതൊരു ചെറിയ പ്രൊവക്കേഷൻ പോലും ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരമായി കണക്കിലെടുത്ത് ഇസ്രായേൽ വലിയ രീതിയിൽ പ്രകോപിതമാവുമെന്നും അവരെ തിരിച്ചടിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഈ മേഖലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഇപ്പോൾ ഈ വെടിനിർത്തലിനോട് ആത്മാർത്ഥത പുലർത്തുന്നത് ആരാണ് ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് എന്ന കണ്ടെത്തലാണല്ലോ. നോക്കൂ, ഈ ബന്ദികളെ കൈമാറിയിട്ടില്ല എന്നതാണ് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ഇനി 16 പേരെ കൈമാറാനുണ്ട് ഇസ്രയേലിന്. പക്ഷേ അവർ പല ടണലുകൾക്കുള്ളിൽ ആണ് അവരുടെ മൃതശരീരം. അതിൽ നിന്ന് ആ മൃതശരീരം കണ്ടെത്തണമെങ്കിൽ അവിടെ കൂടുതൽ വലിയ എക്വിപ്മെന്റ്സ് കൊണ്ടുവന്നുള്ള തെരച്ചിൽ ആവശ്യമാണ് എന്നത് ഹമാസ് പറയുന്നു. അക്കാര്യം ട്രംപിന് പോലും ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ശാന്തമായിരിക്കാൻ ഇസ്രയേലിനോട് ട്രംപ് നിർദ്ദേശിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളുണ്ടായിരുന്നു. കുറച്ച് സമയം കൂടി നൽകണമെന്നത്. പക്ഷേ റാഫ അതിർത്തി അടച്ചുകൊണ്ട് ട്രക്കുകൾ കയറ്റിവിടാതെ അവിടുത്തെ സഹായം പോലും തടയുന്ന ഇസ്രയേൽ ഈ ഹമാസിന്റെ ആവശ്യം അംഗീകരിച്ചിട്ടില്ല. അവിടെ തെരച്ചിലിന് സാധ്യമായ സാഹചര്യം ഒരുക്കിയിട്ടില്ല. പക്ഷേ അവരെ കുറ്റപ്പെടുത്തുന്നത് തുടർന്നു വരികയാണ്. അപ്പോൾ അവിടെ കരാറിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ, ആദ്യം ഉണ്ടാകേണ്ടുന്ന നടപടികൾ, പ്രായോഗികമായ നടപടികൾ ഇല്ലാതെ വരുന്നത് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണോ? രേണുക, ഈ ഒരു പീസ് പ്രോസസ് ഇത് മാത്രമല്ല, ചരിത്രത്തിലെ മധ്യസ്ഥന്മാരുടെ സഹായത്തോടുകൂടി എത്തിച്ചേരുന്ന ഏതാണ്ട് എല്ലാ സമാധാന സന്ധികളും കണ്ടീഷണലാണ്, ഉപാധികൾ അനുസരിച്ചാണ്. ഇവിടെ 20 ഉപാധികളാണ് വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ 21 ഇനമുള്ള ഐറ്റംസ് ആണ് ട്രംപ് രണ്ട് കക്ഷികളുടെ മേലും വെച്ചത്. അതിനെ തത്വത്തിൽ ഒരു മൊത്തത്തിൽ കൊട്ടത്താപ്പ് എന്ന് പറയാം, മൊത്തത്തിൽ ഇസ്രയേലും ഹമാസും അംഗീകരിക്കുന്നു. പക്ഷെ അംഗീകരിച്ചതിന് ശേഷം അവർ കയ്യൊപ്പ് ചാർത്താൻ വിസമ്മതിക്കുന്ന കാഴ്ചയാണ് കണ്ടത്.
അതാണ് ശ്രീ പി എം നാരായണൻ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ ഷാർമൽ ഷെയ്ഖിൽ ട്രംപ് വിളിച്ചു കൂട്ടിയ ആ ഒരു മഹാമഹം അതൊരു ഷോ ഓഫ് സ്ട്രെങ്ത് ആയിരുന്നു. പാശ്ചാത്യ ലോകത്തിന്റെയും അറബ് ലോകത്തിന്റെയും ഐക്യം എന്ന ഒരു സ്ട്രെങ്ത് അവിടെ നിന്നുകൊണ്ടാണ്. അവിടെ ചൈനയും റഷ്യയും ഇറാനും ഒന്നും അവിടെ ഇല്ലാന്ന് ഓർക്കണം. ഇന്ത്യയുടെ പോലും ഒരു ഹാഫ് ഹാർട്ടഡ് ഒരു പ്രസൻസ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ഒരു സഖ്യത്തിൽ ഉണ്ടാകേണ്ടത് ആരാണ്? 2 സിഗ്നറ്ററീസ് ഉണ്ടാകണം. ഹമാസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് കൃത്യമായ ഹമാസിന്റെ ഇപ്പോഴത്തെ ലീഡർഷിപ്പ് ഉണ്ടാകണം. 2 ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉണ്ടാവണം. ബെഞ്ചമിൻ നെതന്യാഹുവിടെ പോകാൻ തയ്യാറായി. പക്ഷേ തുർക്കി പ്രസിഡന്റ് തയ്യിദ് എർദോഗാൻ എതിർപ്പ് അറിയിച്ചപ്പോൾ അദ്ദേഹം പിൻവാങ്ങുകയാണ് ചെയ്തത്. അമേരിക്ക തന്നെ പറഞ്ഞു താങ്കൾ പോയിക്കോളൂ, വരേണ്ട ആവശ്യമില്ല. അങ്ങനെ 2 തർക്കത്തിലുള്ള 2 കക്ഷികളുടെയും സാന്നിധ്യമില്ലാതെ എത്തിച്ചേർന്ന ആദ്യഘട്ടം, ആ ആദ്യഘട്ടം ദുർബലമാകുമെന്ന് മുൻകൂട്ടി തന്നെ അറിയാമായിരുന്നു. അതിപ്പോ ദുർബലമായിരിക്കുന്നു. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി യഥാർത്ഥത്തിൽ ഒരു ഇച്ഛാശക്തി ഇസ്രയേലിന്റെയോ ഹമാസിന്റെയോ ഭാഗത്തെ ഒരു ഇച്ഛാശക്തി ഇപ്പോൾ ഒരു ശാന്തതയ്ക്ക് വേണ്ടിയില്ല. കാരണം സാധാരണ ജനങ്ങൾ പിടഞ്ഞു മരിക്കുന്നത് ഒരുപക്ഷെ ഹമാസിന്റെ വിഷയമല്ല, ഇസ്രയേൽ ഒട്ടും വിഷയമല്ല. ഇവിടെ ഇത് വിഷയം ഹമാസിന്റെയോ ഇസ്രയേലിന്റെയോ അല്ല. വിഷയമെന്ന് പറയുന്നത് സാധാരണക്കാരായ 22 ലക്ഷത്തിൽ പരം ഗാസ നിവാസികളുടെ സുരക്ഷയുടെ വിഷയമാണ് യഥാർത്ഥ വിഷയം. അവിടെ ലോക മനസാക്ഷി ഉണർന്നു. ആ മനസാക്ഷി ഉണർന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അണ്ടർ ഡ്യൂറസ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു സമ്മർദ്ദമുണ്ട്. തൽക്കാലം ഇസ്രയേലിനെ ഒന്ന് തലയൂരണം. അതിനുള്ള അന്തരീക്ഷം വളരെ ഗംഭീരമായി അമേരിക്ക ഒരുക്കി കൊടുക്കുകയും ചെയ്തു. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം തലയൂരേണ്ടത് ആവശ്യമാണ്. ഒന്ന് റീഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ അവർക്കും ഒരു ബ്രീതിംഗ് സ്പേസ് ആവശ്യമാണ്. അതുകൊണ്ട് ഏത് മഹായുദ്ധങ്ങളെ പോലെ താൽക്കാലിക ഒരാശ്വാസം എന്നതിൽ കവിഞ്ഞ ഒരർത്ഥം 2 കൂട്ടരും പ്രകടിപ്പിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇവിടെ വ്യക്തമായ അജണ്ടകളുണ്ടല്ലോ. ഇസ്രയേലിന് 3 അജണ്ടകളുണ്ട്. അതിൽ 2 പ്രഖ്യാപിതവും 1 അപ്രഖ്യാപിതവും. പ്രഖ്യാപിത അജണ്ടകൾ എന്തൊക്കെയാണ്? പൂർണ്ണമായി ബന്ദികളെ വിട്ടുകിട്ടുക. ആ ബന്ദികളെ വിട്ടുകിട്ടുന്നത് ജീവനുള്ള ബന്ദികളെ 20 പേരെയും കൃത്യമായി വിട്ടുകിട്ടിയിരിക്കുന്നു. പക്ഷെ ജീവനില്ലാത്ത മൃതശരീരങ്ങൾ 28 മൃതശരീരങ്ങളാണ് വിട്ടുകിട്ടാനുള്ളത്. അതിൽ 13 പേരുടെ മൃതശരീരങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ വിട്ടുകിട്ടിയത്. അതിൽ തന്നെ 12 മാത്രമേ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളൂ. അതിനർത്ഥം 16 മൃതശരീരങ്ങൾ വിട്ടുകിട്ടാനുണ്ട്. ഇപ്പോൾ ഹമാസ് പറയുന്നു അത് റബിൾസിന്റെ അടിയിലാണ്. ഈ കെട്ടിട അവശിഷ്ടങ്ങൾ ഇസ്രായേൽ എന്ന ആക്രമണത്തിൽ തകർന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കടിയിലാണ്. അത് ചികഞ്ഞെടുക്കാനുള്ള സാങ്കേതിക വിദ്യ തങ്ങൾക്കില്ല. അത് ഇസ്രായേലിന്റെ സഹായമോ ലോകരാജ്യങ്ങളുടെ സഹായമോ അതിനാവശ്യമാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് കുറേയൊക്കെ നേരുണ്ടാവും. പക്ഷേ അതൊരു ഗ്യാപ്പായി, അതൊരു ലാക്യുണയായി, അതൊരു ന്യൂനതയായി, അതൊരു അവസരമായി ഉപയോഗിക്കാൻ ഇസ്രയേലിന് ഇപ്പോൾ കഴിയുന്നുണ്ട്. കാരണം കരാർ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ബന്ദികളുടെ പൂർണ്ണമായ കൈമാറ്റം, ജീവനുള്ളവരെ കൈമാറിയെങ്കിലും മരിച്ചിട്ടുള്ള ബന്ദികളെ കൈമാറിയിട്ടില്ല പൂർണ്ണമായും. അതൊരവസരമാണ്. 2 ഹമാസിന്റെ നിരായുധീകരണം. കൃത്യമായി നിരായുധീകരണം മാത്രമല്ല, ഇസ്രയേലിന്റെ ആഗ്രഹം എലിമിനേഷൻ ഓഫ് ഹമാസ് ഫ്രം ദ ഫേസ് ഓഫ് എർത്ത്. അത് സാധിച്ചില്ലെങ്കിൽ പോലും താൽക്കാലിക നിരായുധീകരണമെങ്കിലും ട്രംപ് ഉറപ്പ് നൽകിയതാണ്. ഇതാരാണ് ഉറപ്പ് പാലിക്കേണ്ടത്? നേരത്തെ ശ്രീ പി എം നാരായണൻ പറഞ്ഞ പോലെ അവർ ആദ്യം ചെയ്യേണ്ടത് അറബി സുരക്ഷാ സേന, അതായത് ഖത്തറിന്റെയും നിരായുധീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 2ാം ഘട്ടത്തിലാണല്ലോ ഡോക്ടർ മോഹൻ വർഗീസ് വരുന്നത്. 2ാം ഘട്ടത്തിൽ നിരായുധീകരണവും ഗാസയുടെ ഗവേണൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യണം. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഈ വെടിനിർത്തൽ അസാധ്യമാകുന്ന തരത്തിലുള്ള ആക്രമണങ്ങളിലേക്ക് ഇസ്രായേൽ പോവുകയാണ്. നോക്കൂ, ഇവിടെ ഇപ്പോൾ കുറച്ചുകൂടി ആത്മാർത്ഥമായ ഒരു ശ്രമം ട്രംപിന്റെ ഭാഗത്തു നിന്നുമുണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? കാരണം വെടിനിർത്തൽ നിലവിലുണ്ട് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് ട്രംപ്. ഈ പ്രശ്നങ്ങൾ ഈ രീതിയിൽ കലുഷിതമാകുമ്പോൾ അവിടേക്ക് തന്റെ അഡ്വൈസറി ഉൾപ്പെടെ ഇറക്കുന്നു. അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിനും ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള ഒരു അടിയന്തര ഇടപെടൽ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അത് നെതന്യാഹുവിന് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണോ? അല്ലെങ്കിൽ നെതന്യാഹു പിടിവിട്ടു പോകുന്നു എന്ന ഘട്ടത്തിലുള്ള ഒരു അടിയന്തര ഇടപെടൽ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതാണോ? അങ്ങനെ നോക്കുമ്പോൾ അതൊരു ആത്മാർത്ഥ ശ്രമമാണോ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? ഡൊണാൾഡ് ട്രംപ് അല്ലേ ആള്? അദ്ദേഹത്തിന്റെ ഭാഗത്ത് അദ്ദേഹത്തിന് ഒരു സെൽഫ് ഗ്ലോറിഫിക്കേഷൻ എന്നത്, ആത്മസായുജ്യം അടയുക എന്നതല്ലാതെ യഥാർത്ഥത്തിൽ സമാധാനം ആഗ്രഹിക്കുന്ന ആളാണ് ട്രംപ് എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. അത് നിഷ്പക്ഷമായ കാര്യങ്ങളെ സമീപിക്കുന്നവർക്ക് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം തന്റേതായ ഒരു കയ്യൊപ്പ് ചാർത്തപ്പെടണം. ലോകത്ത് നടക്കുന്ന എല്ലാ സമാധാന പ്രക്രിയയുടെയും പിന്നിൽ താനാണ്. അത് ലോക സമാധാനത്തിന്റെ കാവൽ മാലാഖ
താനാണ്. ഇതൊരു വ്യക്തിപരമായ ഒരു ക്ലെയിമാണ്. ഈ ക്ലെയിം നമ്മൾ പല ആവർത്തി കണ്ടു. അത് എല്ലാം വിശദീകരിക്കുന്നില്ല. ഇന്ത്യ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആ ക്ലെയിം നമ്മൾ കണ്ടു. ആ ക്ലെയിമിനുപരിയായി ആത്യന്തികമായി അമേരിക്ക എന്ന രാജ്യത്തിന്റെ ഡീപ് സ്റ്റേറ്റിന്റെ താൽപര്യങ്ങൾ കൺവേർജ് ചെയ്യുന്നത് ഇസ്രയേലിന് അനുകൂലമായിട്ടാണ്. ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ആത്യന്തികമായ ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഡീപ് സ്റ്റേറ്റ് അമേരിക്കയും ട്രംപും എല്ലാം തന്നെ. അതുകൊണ്ട് പുറത്ത് സമാധാനം എന്ന് പറയുമ്പോൾ ഇതൊരു ഹാഫ് ഹാർട്ടഡ് മാത്രമാണ്. തനിക്ക് നേട്ടമുണ്ടാക്കുന്ന രീതിയിൽ ഒരു വലിയ ആൾക്കൂട്ടം ക്രിയേറ്റ് ചെയ്ത് വലിയൊരു ഓപ്റ്റിക്സ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അത് ക്യാപിറ്റലൈസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ടാണ് ഇവിടെ രണ്ട് വിഭാഗങ്ങൾക്കും ഇസ്രയേൽ സ്വീകാര്യമാവണം. ഈ പ്രക്രിയ സ്വീകാര്യമാകണമെങ്കിൽ ആത്യന്തികമായ ഉറപ്പുകളാണ്. ആ ഉറപ്പുകൾ എന്താണ്? ഈ സമാധാന ഉറപ്പുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹമാസ് നിരായുധീകരിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി ഇസ്രായേലിനെതിരെ ആക്രമണം ഉണ്ടാവില്ല. അതുപോലെ ഹിസ്ബുള്ള, ഹൂതികൾ, ഇങ്ങനെയുള്ള വിവിധ വിഭാഗങ്ങൾ നിരായുധീകരിക്കപ്പെടണമെങ്കിൽ അവരെ സഹായിക്കുന്ന ശക്തികൾ, ബാഹ്യ ശക്തികളെ കൂടെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ടേ പറ്റൂ. ഇറാനെ കോൺഫിഡൻസിൽ എടുക്കാതെ അത് സാധിക്കില്ല. മറ്റ് ചില ഇൻഡിപെൻഡന്റ് വിഭാഗങ്ങളുണ്ട്. ഇവരെല്ലാം കോൺഫിഡൻസിലെടുത്ത് വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയിൽ ഒരു മൾട്ടിപ്പിൾ ആക്ടേഴ്സിനെ കോൺഫിഡൻസിൽ എടുക്കാതെ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു ഷോർട്ട് കട്ടാണ്. അറബി ഇസ്ലാമിക ലോകത്തെ മാത്രം, പിന്നെ കുറേയേറെ ശബ്ദം വെച്ച ഫ്രാൻസിനെയും ബ്രിട്ടനെയും പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ മാത്രം കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് ഒരു സമഗ്ര പ്രക്രിയയാണ് എന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് ഷാർം എൽ ഷെയ്ഖിൽ കൂടിയ സമ്മേളനത്തിൽ വെച്ച് ബലമായി അല്ലെങ്കിൽ നിവൃത്തികേടിന്റെ പേരിൽ എത്തിച്ചേർന്ന ഒപ്പിടിയിലാണ്. അവിടെ തിളങ്ങി നിന്ന മന്നവേന്ദ്രൻ ഡൊണാൾഡ് ട്രംപാണ്. അതിൽ കൂടുതലൊരു സമാധാന ശ്രമം ഡൊണാൾഡ് ട്രംപ് നടത്തിയെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ആത്മാർത്ഥമായി ട്രംപ് ആഗ്രഹിക്കുന്നുണ്ടോ എന്നതിൽ എനിക്ക് സംശയമുണ്ടെന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ തന്നെയാണ്. ശരി, ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം നിർമ്മൽ എബ്രഹാം കൂടി ചേരുകയാണ്. ശ്രീ നിർമ്മൽ എബ്രഹാം, ഗസയിലെ 2023 ഒക്ടോബർ 7 ശേഷം തുടങ്ങിയ യുദ്ധത്തിൽ 2 വെടിനിർത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒന്ന് 2023 തന്നെ ഉണ്ടായതാണ്, മറ്റൊന്ന് 2025 ജനുവരിയിൽ. ഈ 2 വെടിനിർത്തലും അതിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കും മുൻപ് ഇസ്രയേൽ അട്ടിമറിക്കുന്നതാണ് ലോകം കണ്ടത്. ഇതിപ്പോൾ ഏറെ പ്രതീക്ഷയോടുകൂടി ലോകം ഉറ്റുനോക്കിയതാണ്. ലോകരാഷ്ട്രങ്ങളുടെ ഇടപെടൽ കൂടി ഉണ്ടായതാണ്. അങ്ങനെ ഒരു നിർബന്ധിതമായ വെടിനിർത്തലിലേക്ക് പോകേണ്ടി വന്നതാണ് ഇസ്രയേലിന്. അവിടെ അതിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കും മുൻപ് തന്നെ പോർമുഖം തുറക്കുകയാണോ നെതന്യാഹു? അല്ല, ഇതിലെ 2ാം ഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. എനിക്കൊന്ന് നമ്മളും ഇതിന് മുന്നേ ഡിസ്കഷൻ ഇരുന്നപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഫേസ് 1 താൽക്കാലികമായിട്ടൊരു ആശ്വാസമായിട്ട് കണ്ടാൽ മതി. ഫേസ് 2 കയറാൻ ഹമാസും മടിക്കും, ഇസ്രായേലും മടിക്കുന്നു. അതുപോലെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിൻ്റെ അത് ഇസ്രായേൽ മാത്രം അട്ടിമറിച്ചു എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് നോക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹമാസിന് കുറെ തടസ്സങ്ങളുണ്ട്, ഇസ്രായേലിനും തടസ്സങ്ങളുണ്ട്. ഫേസ് 1 എന്തുകൊണ്ട് നടത്താൻ സാധിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കൂട്ടർക്കും ഗുണമുള്ളതുകൊണ്ട് മാത്രം നടന്ന ഒരു കാര്യമാണ്. ഇപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഒരു യുദ്ധവും തുടങ്ങാത്തൊരു പ്രസിഡന്റ്, ഈ യുദ്ധം ആദ്യ ദിവസം തന്നെ അവസാനിപ്പിക്കാന്ന് പറഞ്ഞ പ്രസിഡന്റ്, അദ്ദേഹത്തിനൊരു എന്താ പറയുക, അദ്ദേഹത്തിന്റെ എഫർട്ട് ഒരുപാട് ഇട്ടു എന്ന് പറയുന്നത് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ഗെയിനിലൂടെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊടുത്ത വാക്കാണ് അത് പാലിക്കുക എന്നുള്ളൊരു രീതിക്ക് വേണേൽ കാണാം. പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം 20 ഹോസ്റ്റേജസ്, ബാക്കി വന്ന ഹോസ്റ്റേജസിനെ എങ്ങനെയെങ്കിലും തിരികെ എത്തിക്കുക, 2 വർഷമായിട്ട് തിരികെ എത്തിക്കാതിരുന്നത് വലിയൊരു നാണക്കേടായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടും ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഈ വെടിനിർത്തൽ ഒരു ആശ്വാസം ആയതുകൊണ്ട് മാത്രമാണ് ഫേസ് 1 നടന്നത്. ഫേസ് 2 പ്രശ്നം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഹമാസ് ഓപ്പൺലി പറയുന്നു അവർ ഡിസാർമമെന്റ്, നിരായുധീകരണത്തിന് തയ്യാറല്ല എന്ന് പറയുന്നു. ഇനി ഒരു ട്രാൻസിഷൻ ഫേസ് ഉണ്ടെങ്കിൽ ആ ഒരു ഇന്ററിം ഫേസിൽ താങ്കൾ തന്നെ അല്ലെങ്കിൽ ഹമാസ് തന്നെ അത് നോക്കിക്കോളാം എന്നുള്ള പല ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരുന്നു. അപ്പൊ ഇതിങ്ങനെ സ്റ്റോൾ ചെയ്തുകൊണ്ടോ തടസ്സപ്പെടുത്തിക്കൊണ്ടോ താമസിപ്പിച്ചുകൊണ്ടോ പോകുന്ന ഒരു രീതിയാണ് 2 കൂട്ടരും സ്വീകരിക്കുന്നത്. അതിന്റെ അകത്ത് എനിക്ക് ഡൊണാൾഡ് ട്രംപിനെ മാത്രം. നിർമ്മൽ, ഞാൻ എന്തുകൊണ്ടാണ് ഇസ്രയേലിനെ ഊന്നി പറഞ്ഞത് എന്ന് വെച്ചാൽ 2023 തുടങ്ങിയ യുദ്ധത്തിൽ ഇതുവരെ മരിച്ചത് 68,203 പേരാണ്. അവിടെ ഇനിയും ഈ അവശിഷ്ടങ്ങൾ മാറ്റുമ്പോൾ ഈ മരണസംഖ്യ ഉയരാനുള്ള സാധ്യത തന്നെയാണുള്ളത്. ഈ സാധാരണ മനുഷ്യർ ഇങ്ങനെ കൊന്നു തള്ളുന്നതിന് കണ്ട് മനസ്സ് മടുത്തിട്ടാണല്ലോ അടിയന്തര വെടിനിർത്തൽ എന്നൊരു ആവശ്യം ഉയരുന്നത്. ഇന്നും പല യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ അടക്കം വലിയ പ്രതിഷേധങ്ങൾ പലസ്തീന് വേണ്ടി നടന്നു. അപ്പോൾ അവിടെ കൊന്നു വീഴുന്ന സാധാരണ മനുഷ്യർക്ക് വേണ്ടിയാണ് ആ വെടിനിർത്തൽ എന്നത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്, ആഗ്രഹിച്ചിരുന്നത്. അവിടെ ആ വെടിനിർത്തൽ കരാറിൽ നിൽക്കുമ്പോൾ പോലും അവിടെ മരിച്ചു വീഴുന്നത് സാധാരണ മനുഷ്യരാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആദ്യഘട്ടത്തിൽ നിർമ്മൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു 11 അംഗ കുടുംബത്തെ ഒന്നാകെ കൊന്നുകളയുകയാണ്. അവർ വിശ്വസിച്ച് വന്നത് ഈ വെടിനിർത്തൽ വിശ്വസിച്ചാണ്. അവിടുത്തെ നിരവധിയായ ആക്രമണങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് മാറിപ്പോയ മനുഷ്യരാണ് തിരിച്ചു വരുമ്പോൾ കൊല്ലപ്പെടുന്നത്. അപ്പോൾ അത് എത്രമാത്രം ക്രൂരമാണ് അങ്ങനെ അവരെ വിശ്വസിച്ച് വന്നവരെ കൊല്ലുന്നത്. അപ്പോൾ അവിടെ സാധാരണ മനുഷ്യർ വീണ്ടും വീണ്ടും കൊല്ലുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിന്റെ ഉത്തരവാദികൾ ഇസ്രായേൽ മാത്രമാണല്ലോ.
ഇല്ല, ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ ഇസ്രായേൽ ഉത്തരവാദികളല്ല എന്നല്ല പറഞ്ഞത്. ഇസ്രായേലിനെ മാത്രം ഉത്തരവാദികളാക്കുന്നത് ശരിയായിരിക്കില്ല എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ. തീർച്ചയായിട്ടും ആളുകൾ മരിക്കുന്നതിലോ അവരെ കൊല്ലുന്നതിലോ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ 67,000 പേര് മരിച്ചതിന് ഇതിന് മുമ്പത്തെ പല ചർച്ചകളിലും ഇസ്രായേലിന് പ്രതികൂലമായി സംസാരിച്ചതിന്റെ പേരിൽ ഒരുപാട് കമന്റ് സെക്ഷനിലൊക്കെ താങ്കൾക്ക് തന്നെ എടുത്ത് നോക്കാം. അപ്പൊ അതുപോലെ നേരിട്ടൊരു വ്യക്തിയും കൂടെയാണ് ഞാൻ. അപ്പം അതിനെ ഒരിക്കലും അനുകൂലിക്കുന്നില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് ഒരു ലോങ്ങർ പീരീഡ് ഓഫ് ടൈം, ലോങ് ടേമിൽ പീസ് വേണമെന്നുണ്ടെങ്കിൽ രണ്ടു കൂട്ടരും ഇതിൻ്റെ അകത്ത് സഹകരിക്കേണ്ടേ എന്നൊരു ചോദ്യം അതിനകത്തുണ്ട്. അത് അതിന്റെ പ്രാക്ടിക്കൽ റിയാലിറ്റി. അതിനകത്ത് ഇസ്രായേൽ സഹകരിക്കേണ്ടത് തീർച്ചയായിട്ടും സീസ് ഫയർ ബ്രേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഹമാസ് ചെയ്യേണ്ടത് അത് തന്നെയാണ്. ഇപ്പൊ ഇന്ന് 19-ാം തീയതി ഇന്നലെ ഹമാസ് ആക്രമിച്ചു എന്ന് ഇസ്രായേൽ പറയുന്നു. അതിനു മുന്നേ ഇസ്രായേൽ ആക്രമിച്ചു എന്ന് ഹമാസ് പറയുന്നു. പക്ഷെ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എങ്ങനെയാണ്? അതായത് ഏറെക്കുറെ ഈ ഇത്രയും ആക്രമിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ഹമാസിന്റെ ഒരു ക്രെഡിബിലിറ്റി ഇഷ്യൂ അവിടെ വരുന്നുണ്ട്. മാത്രമല്ല, ഇതിന് മുമ്പ് നോക്കിയാലും ഹമാസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും മറക്കരുതാത്തൊരു കാര്യം, ഇസ്രായേൽ തീർച്ചയായിട്ടും തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഹമാസ് എന്ന് പറയുന്ന ഒരു രാജ്യമല്ല. അവര് ഗാസയിലുള്ള ആളുകളുടെ ദുരിതത്തിന് ഒരു ആശ്വാസമാകാൻ പോകുന്ന ഒരു പവിത്രമായ ഏജൻസി അല്ല. അവർ ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ്. അത് നമ്മൾ മറക്കരുത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഇഷ്യൂ എന്താ ഉള്ളത്? ഇതിന് മുമ്പത്തെ സീസ് ഫയറിൽ ഒന്നും ഇല്ലാതിരുന്ന ഒരു ഇഷ്യൂ. നിർമ്മൽ, ആ ടെററിസ്റ്റ് ഓർഗനൈസേഷനുമായാണ് ഒരു വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനെ അട്ടിമറിക്കുക, ഈ നിരായുധീകരണത്തിൽ പോകാതിരിക്കുക എന്നതൊക്കെ ഹമാസിന്റെ കൂടി ആഗ്രഹങ്ങളാണ്. അവിടെ ഈ സായുധരായ പോരാളികളെ, ഹമാസ് ഈ യുദ്ധത്തിന് ശേഷം ഉടലെടുത്ത സംഘടനകളെയൊക്കെ ഉന്മൂലനം ചെയ്യാനുള്ള നീക്കം ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പരസ്യമായി തന്നെ അത്തരം കൃത്യങ്ങൾ നടക്കുന്നതിന്റെ വീഡിയോ സഹിതം പുറത്തു വന്നതാണ്. അപ്പോൾ ഹമാസ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, അതിന് സാധാരണ മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ടുള്ള ഇസ്രയേലിന്റെ ഈ വെടിനിർത്തൽ കാലഘട്ടത്തിലെ സമീപനം അത് ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ കഴിയുമോ എന്നതാണ്. അതിൽ മാത്രമേ എനിക്ക് വിയോജിപ്പുള്ളൂ. ഇല്ല, കഴിയില്ല. ഞാൻ കഴിയുമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. അത് പൂർണ്ണമായിട്ടും അതിനെ ഒരു രീതിയിലും 1% പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് ചെയ്ത് വലിയ തെറ്റാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. ഇപ്പൊ സീസ് ഫയർ നമ്മൾ പ്രാക്ടിക്കലി ചിന്തിക്കുക. അതായത് നമ്മളുടെ സംസാരം ഒന്ന് ഇസ്രായേൽ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇസ്രായേൽ ചെയ്തത് തെറ്റാണ്. പക്ഷെ ഈ സീസ് ഫയർ ലോങ് ടേമിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ആര് സഹകരിക്കണം എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരവാണ് ഞാൻ പറയുന്നത്. രണ്ടു കൂട്ടരും സഹകരിക്കണം. ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു ഹമാസ് ഇപ്പൊ ചെയ്യുന്നത്. ഹമാസ് ചെയ്യുന്ന ഒരു തരം പോസ്റ്ററിംഗ് അല്ലേ? തിരിച്ചു വന്നിട്ട് അവിടെയുള്ള മറ്റ് ചെറുതും വലുതുമായിട്ടുള്ള ക്ലാൻസിനെയും ഓർഗനൈസേഷൻസിനെയും അവരെ ചതിച്ചു എന്ന് കരുതിയൊക്കെ വെടിവെച്ച് ഇല്ലാതാക്കുക, അവിടെ വീണ്ടും പവർ കാണിക്കുക, വീണ്ടും ഒരു പോസ്റ്റർ സൃഷ്ടിക്കുകയാണ്. അതായത് ഞങ്ങൾ തന്നെയാണ് ഇവിടെ നോക്കുന്നത്, ഇസ്രായേൽ മാറി, ഇനി വീണ്ടും ഞങ്ങൾ എന്നുള്ള പോസ്റ്ററിംഗ് കാണിക്കുന്ന ഒരു സംഘടന നിരായുധീകരണത്തിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവർ മാറി നിൽക്കുമെന്ന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അപ്പൊ അതുകൊണ്ട് ഇസ്രായേൽ എത്രത്തോളം ഇതിൻ്റെ അകത്ത് ലാപ്സ് വരുത്തുന്നു അത്ര തന്നെ ലാപ്സ് ഹമാസും വരുത്തുന്നുണ്ട്. കാരണം 100%ഉം അവർക്ക് ഇസ്രായേലിന് ഗാസയിലെ ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഇല്ല എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെയാണ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഗാസയിലെ ജനങ്ങളുള്ള കമ്മിറ്റ്മെന്റ് എത്രത്തോളം ആണെന്നുള്ളത് ചോദ്യചിഹ്നമാണ്. അതുകൊണ്ടാണ് അവരിത് ചെയ്യുന്നത്. കാരണം അവർക്ക് ലോങ് ലാസ്റ്റിംഗ് പീസാണ് ആവശ്യമെങ്കിൽ ഫേസ് 2 കടക്കണം. ഫേസ് 2 കടന്നാലാണ് ഇസ്രായേൽ പാർഷ്യലെങ്കിലും പിന്മാറുക, ഈ പറയുന്ന റീബിൽഡിംഗ് ഉണ്ടാവുക, അവിടുത്തെ ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കാൻ പറ്റുക. അങ്ങനെ ആ ഫേസ് 2 കടന്നതിന് ശേഷം ഇസ്രായേൽ ഇതുപോലെ എന്തെങ്കിലും ആവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലോകം മുഴുവൻ, അമേരിക്ക ഉൾപ്പെടെ തിരിയേണ്ട ഒരു സാഹചര്യം വരും. കാരണം അത് ക്ലോസിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇസ്രായേൽ ചെയ്തത് തെറ്റാണ്. പക്ഷെ ഈ ഒരു സീസ് ഫയർ ഡീല് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇരു കൂട്ടരും സഹകരിക്കണം. പക്ഷെ ഫേസ് 2 കടക്കുന്നത് പല കാരണത്താൽ ഇസ്രായേലും ഹമാസും താമസിപ്പിക്കുന്നു മനഃപൂർവ്വം എന്നുള്ളതാണ് എന്റെ വാദം. ശരി, ശ്രീ PM നാരായണൻ, നോക്കൂ, സീസ് ഫയർ ശരിയായ വിധത്തിലല്ല നടക്കുന്നത്. അപ്പോൾ പോലും ഇത് മുന്നോട്ടു പോകും എന്ന പ്രതീക്ഷ ഡൊണാൾഡ് ട്രംപ് നൽകുന്നുണ്ട്. അതിന്റെ തുടർ ചർച്ചകൾക്കുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ട് ആദ്യഘട്ടം ശരിയായ വിധത്തിൽ നടപ്പാകുന്നില്ല എന്ന് നോക്കുമ്പോൾ ഈ 20 പദ്ധതികൾ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ അതിൽ നിരവധി അവ്യക്തതകളുണ്ട്. എങ്ങനെ ഇത് സാധ്യമാകും എന്നതിനെക്കുറിച്ച്, എത്രമാത്രം പോസിബിളാണ്, ഇത് ആളുകൾ അംഗീകരിച്ചിട്ടുള്ളതാണോ, പൂർണ്ണമായും നടപ്പാക്കാൻ കഴിയുന്നതാണോ, അങ്ങനെ തുടങ്ങി നിരവധി സംശയങ്ങളുണ്ട്. നമ്മൾ തന്നെ ചർച്ചകളിൽ അക്കാര്യങ്ങൾ ഉയർത്തിക്കാണിച്ചതാണ്. അപ്പോൾ ആ അടിസ്ഥാനമില്ലാത്ത പദ്ധതി രൂപീകരണം തന്നെയാണോ ആദ്യഘട്ടം മുതൽ ഈ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്? അത് പുതുക്കി പണിയുക എന്നതാണോ യഥാർത്ഥത്തിൽ ആദ്യം ചെയ്യേണ്ടത്? ഒരുപക്ഷെ ഈ ആദ്യ ഘട്ടത്തെ കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഈ ഒപ്പിടൽ നടന്നിരുന്നതെങ്കിൽ ഇത് കുറെ കൂടെ ഗുണപ്രദമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ 20 ദിന പരിപാടി, ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന പരിപാടി
തീർത്തും അപ്രായോഗികമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. അതിൽ പ്രത്യേകിച്ചും ചില ക്ലോസ്, ഇപ്പം ടണലിന്റെ കാര്യങ്ങൾ, അതേപോലെ ഇവരോട് ആയുധം താഴെ വെക്കണമെന്ന് പറയുന്ന ഹമാസിനോട്, ഇതൊന്നും ഈ രണ്ടാം ഘട്ടത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരാളും വിചാരിക്കുന്നില്ല അത് ആ രീതിയിലെല്ലാം നടക്കുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ട്രംപിന്റെ ഒരു ആൾട്ടർ ഈഗോനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു വലിയ പ്രോഗ്രാമാണ് ഈ 20 രാജ്യങ്ങൾ ചേർന്നിരുന്ന് ഒപ്പിട്ടത്. പക്ഷെ നമ്മൾ കാര്യത്തോടടുക്കുമ്പോൾ ഈ സംഗതികൾ ആ മേഖലയിൽ നടക്കണമെങ്കിൽ ഒട്ടനവധി കടമ്പകൾ ഇനിയും കടക്കേണ്ടതായിട്ടുണ്ട്. ഈ ഹമാസിന്റെ തന്നെ മാസ് എൻട്രി നോക്കുക. ഇസ്രായേൽ പിൻവലിഞ്ഞ ആ ദിവസം ഹമാസ് കടന്നു വരുന്നത് വലിയ രീതിയിലുള്ള ആഘോഷത്തോടെയാണ്. അതിന്റെ ചിട്ടവട്ടങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ആവർത്തിച്ച് അടിവരയിട്ട് പറയുന്ന കാര്യം ഇതാണ്: ഞങ്ങളാണ് ഇവിടുത്തെ അധികാരികൾ എന്നത്. ഈ ഹമാസ് IDF പിൻവാങ്ങുന്നതിലൂടെ ആ മേഖലയിൽ ഹമാസിന്റെ ആധിപത്യം ഉണ്ട് എന്നുള്ളത് അടിവരയിടുന്ന രീതിയിലാണ് അവർ ഇന്നലെ 2-3 ദിവസങ്ങളായിട്ട് നമ്മൾക്ക് മുന്നിൽ ഒരു അറ്റ്ലീസ്റ്റ് ഓപ്റ്റിക്സിലൂടെയെങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അമേരിക്ക എന്നത് ഇസ്രായേലിന്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ്, അല്ലെങ്കിൽ തിരിച്ചും പറയാൻ പറ്റും, അമേരിക്കയുടെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ ട്രംപ് എന്നത് ഒരു ഇൻഡിപെൻഡന്റ് മീഡിയേറ്റർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ ഇസ്രായേലിനെ പൂർണ്ണമായും കോൺഫിഡൻസിൽ എടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ആ അതൃപ്തി ഹമാസിന്റെ ഭാഗത്ത് ഉണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഹമാസ് എന്നതൊരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണ്. അവർക്ക് എന്തും ചെയ്യാം. പക്ഷേ ഇസ്രായേൽ ഒരു സ്റ്റേറ്റ് ആണ്. ഒരു സ്റ്റേറ്റും ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനും തമ്മിലുള്ള ഇടയ്ക്ക് ഒരു സ്റ്റേറ്റിന് കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ അർത്ഥത്തിൽ രേണുക ചോദിച്ച ചോദ്യത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഒരു പക്ഷേ അല്പം കൂടെ സമയം, അല്ലെങ്കിൽ ആ മേഖലയിലെ ജനങ്ങളെ ഓർത്തെങ്കിലും ഈ വെടിനിർത്തലിന് കൂടുതൽ വലിയൊരു വിൻഡോ ഇസ്രായേലിന് ഒരു പക്ഷെ കൊടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അതൊന്നും അല്ല നമ്മൾ ഇവിടെ കാണുന്നത്. വലിയ രീതിയിൽ രണ്ട് ഭാഗത്തു നിന്നുള്ള വല്ല അഗ്രഷൻ, പോസ്ചറിങ് ആണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് ഈ അബ്രഹാമിക് അക്കോർഡിന്റെ ഒരു ഇംപ്ലിമെന്റേഷനുള്ള സാധ്യത കൊണ്ടാണ് ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് തന്നെ. അതായത് ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നു കയറാനുള്ള ഒരു പ്രധാന കാരണം എബ്രഹാമിക് അക്കോർഡ് എന്നത് സൗദി അറേബ്യ ഒപ്പിടുമോ എന്നുള്ളൊരു ഭയം കൊണ്ടായിരുന്നു. പക്ഷെ ഈ 20 ദിന പരിപാടി എന്നത്, ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന പരിപാടി എന്നത് ഈ എബ്രഹാമിക് അക്കോർഡിനേക്കാളും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത് എബ്രഹാമിക് അക്കോർഡ് നടപ്പാക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിലും എത്രയോ മടങ്ങ് കൂടുതൽ പ്രശ്നമുള്ള ഒരു സംഗതിയാണ് ഈ 20 ദിന പരിപാടി എന്നുള്ളത്. അതിനകത്തും പലസ്തീൻ എന്നുള്ള പേര് നമ്മൾ എവിടെയും കേൾക്കുന്നില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും. ഡോക്ടർ മോഹൻ വർഗീസ്, അതാണ് ഈ 20 ദിന പദ്ധതി വായിക്കുമ്പോൾ തന്നെ ഇത് നടപ്പിലാകുമോ എന്ന സംശയം തോന്നും. ഹമാസ് ഒരു ഘട്ടത്തിലും അതിന്റെ നിരായുധീകരണം സംബന്ധിച്ചോ പലസ്തീൻ സ്റ്റേറ്റ് ഇല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നത് സംബന്ധിച്ചോ യാതൊരു ഉറപ്പും നൽകിയിട്ടില്ല എന്നത് നമ്മൾ ഓർക്കണം. എന്താണ് ഗസയെക്കുറിച്ചുള്ള ട്രംപിന്റെ അധികാരത്തിലേക്ക് 2ാം തവണ വന്നപ്പോഴുള്ള പ്രഖ്യാപനം? ഗസയെ ടൂറിസ്റ്റ് പ്ലേസ് ആക്കാനുള്ള ട്രംപിന്റെ സ്വപ്നം ലോകം കേട്ടതാണ്. അപ്പോൾ ആ ട്രംപ് മുൻകൈയെടുത്ത 20 ദിന പദ്ധതി, ട്രംപും ഇസ്രായേലും വെടിനിർത്തലിന്റെ പല സാഹചര്യങ്ങളും അന്താരാഷ്ട്ര ഇടപെടലുകളും എങ്ങനെയാണ് UN ഉൾപ്പെടെ മറികടന്നത് എന്നതും കൂടി നമ്മൾ നോക്കിയാൽ, ഇവിടെ ഇപ്പോൾ ഈ പൊളിയാൻ വേണ്ടി ഒരു പദ്ധതി കൊണ്ടുവന്നു. ഞങ്ങളൊന്നും ശ്രമിച്ചില്ല എന്നാരും പറയരുത്. വെടിനിർത്തൽ ഞങ്ങൾ നോക്കി, ഇനി ഒന്നും നടക്കില്ല, അത് ലംഘിച്ചത് ഹമാസാണ്. അങ്ങനെ ഉത്തരവാദിത്വം മുഴുവൻ ആരുടെയെങ്കിലും തലയിൽ വെച്ചിട്ട് തങ്ങളുടെ യഥാർത്ഥ പദ്ധതി നടത്താനുള്ള ഒരു ഇടപെടലാണോ ഇത് എന്ന് സംശയിക്കണം. രേണുക, യഥാർത്ഥ പദ്ധതി എന്ത് എന്നതാണ് ദാറ്റ് ഈസ് ദി $1 million ക്വസ്റ്റ്യൻ. ഇവിടെ ശ്രീ PM നാരായണൻ പറഞ്ഞ നിർത്തിയെടുത്ത് നിന്ന് ഞാൻ തുടങ്ങുകയാണ്. അബ്രഹാമിക കരാറുകൾ 4 അറബ് രാജ്യങ്ങളുമായി അമേരിക്കയുടെ മധ്യസ്ഥതയിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രേരണയാൽ ഇസ്രയേലും ഈ രാജ്യങ്ങളും തമ്മിൽ അബ്രഹാമിന്റെ പേരിൽ കരാറുകൾ ഒപ്പിട്ടു. 5ാമത്തെ രാജ്യം സൗദി അറേബ്യ ഒപ്പിടുന്നതിന് തൊട്ട് മുൻപുള്ള നിമിഷങ്ങളിലാണ് ഹമാസ് ആക്രമണം നടത്തിയത്. ഒക്ടോബർ 7, 2023. അപ്പൊ അതിനർത്ഥം എന്താണ്? അബ്രഹാമിക കരാറുകൾ ട്രംപ് തന്നെ തുടങ്ങി വെച്ച ഇസ്രയേലിനെയും അറബ് രാജ്യങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരിക,
ആത്യന്തികമായി അമേരിക്ക അതിന് കാർമ്മികത്വം നിലപാട് നിൽക്കുക. ഈ ഒരു പദ്ധതി പകുതി വെച്ച് അബ്രപ്റ്റായി അവിടെ അബോർട്ടഡായി. അത് വീണ്ടും ഒന്നുകൂടി പുനഃസ്ഥാപിക്കാനുള്ള ഒന്നാന്തരം അവസരമായി ഈ 20 ദിന പദ്ധതിയെ ട്രംപ് കണ്ടു എന്നതാണ് കാര്യങ്ങൾ ഇത്രയും സങ്കീർണമാക്കിയത്. അത് രണ്ടും വേറെ വേറെ കാണേണ്ട കാര്യമാണ്. അബ്രഹാമിക അക്കോർഡുകളുടെ സ്പിരിറ്റ് നോക്കൂ. ഇസ്രായേൽ രാജ്യത്തെ അറബ് രാജ്യങ്ങൾ അംഗീകരിക്കണം. ഒന്നൊന്നായി അംഗീകരിച്ചു വരുമ്പോൾ ഏതാണ്ട് എല്ലാ അറബ് രാജ്യങ്ങളും ഇസ്രായേലിനെ അംഗീകരിക്കും. അതിനർത്ഥം എന്താണ്? തുർക്കി അറബ് രാജ്യമല്ല, അപ്പൊ അബ്രഹാമിക് കരാറിന്റെ ഒരു പങ്കാളിയാകേണ്ട കാര്യമില്ല. ഇറാൻ അറബ് രാജ്യമല്ല, അതുകൊണ്ട് അബ്രഹാമിക് കരാറിന്റെ പങ്കാളിയാകേണ്ടതല്ല. അതുകൊണ്ട് അറബ് ലോകത്തെ മൊത്തമായി ഇസ്രായേലിനോടൊപ്പം നിർത്തി, അമേരിക്കയോടൊപ്പം നിർത്തി, അങ്ങനെ അവിടെ ഒരു മേൽക്കോയ്മ പെർമനന്റായി അമേരിക്കൻ താൽപര്യങ്ങളുടെ ഒരു മേധാവിത്വം അവിടെ ഉറപ്പുവരുത്തുക. ആ പദ്ധതി ചെറിയ രീതിയിൽ ഒരു ഭ്രംശമുണ്ടായി. അതുകൊണ്ട് ഇപ്പോൾ ഒരു ചെറിയ പ്രോജക്ട് മാത്രം എടുത്തിരിക്കുന്നു. ഗാസയുടെ വിഷയം നമ്മൾ നോക്കുമ്പോൾ വലിയ വിഷയമാണ്. അതായത് എത്രയോ ലക്ഷം പേരാണ് ഡിസ്പ്ലേസ് ആയിരിക്കുന്നത്. 68,000-ൽ പരം പേരുടെ ജീവൻ പോയിരിക്കുന്നു. പക്ഷേ ഇവിടെ നോക്കൂ, ആത്യന്തികമായ സമാധാനമാണ് വേണ്ടതെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ ഓസ്ലോ കരാറിന്റെ സ്പിരിറ്റിനെ കുറിച്ച് പറയുന്നില്ല? പാലസ്തീൻ എന്ന വാക്ക് അബദ്ധത്തിൽ പോലും 20 ദിന പദ്ധതിയിൽ വരാത്തത് എന്തുകൊണ്ട്? ട്രംപിന് നന്നായിട്ട് അറിയാം, ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏത് തീവ്ര സംഘടനയെ സംബന്ധിച്ചിടത്തോളം, പലസ്തീനിയൻസിന് വേണ്ടി പോരടിക്കുന്ന ഏത് സംഘടനയെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്ര പരമാധികാര പലസ്തീൻ എന്ന ആശയമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. അത് ന്യായമോ അന്യായമോ എന്നുള്ള രണ്ടാമത്തെ കാര്യം ഇസ്രായേൽ ഒരിക്കലും അംഗീകരിക്കില്ല എന്നതും അറിയാം. പക്ഷെ പരമാവധി അറബ് രാജ്യങ്ങളെ കൊണ്ട് ഈ ആശയത്തിൽ നിന്നും പിന്നാക്കം പോവുക, അതായത് നിങ്ങൾ ദയവായി അത് പ്രസ് ചെയ്യരുത്, തൽക്കാല സമാധാനമേ ആകാവൂ, അതുകൊണ്ട് സ്വതന്ത്ര പരമാധികാര പലസ്തീൻ രാജ്യം അവിടെ നിൽക്കട്ടെ, അതിനേറെ സമയമെടുക്കും എന്ന് സഖ്യകക്ഷികളായ അല്ലെങ്കിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ഹമാസിനോടൊപ്പം നിൽക്കുന്ന, ഹമാസിനെ സംരക്ഷിച്ചു നിർത്തുന്ന അറബി ഇസ്ലാമിക രാജ്യങ്ങളെ കൊണ്ട് പറയിച്ചെടുക്കുക എന്ന ദൌത്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് വിജയിച്ചു. അതല്ലേ അതിന്റെ യാഥാർത്ഥ്യം. ഇവിടെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി പലസ്തീൻ എന്ന വാക്ക് പറഞ്ഞ ആ നിമിഷം ഇസ്രായേൽ ഒരു കാരണവശാലും അടുക്കില്ല, അത് നമുക്കറിയാം. അതുകൊണ്ടാണ് ബുദ്ധിപൂർവ്വം അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ പാലസ്തീൻ കോസിന് വേണ്ടി നിൽക്കുന്നില്ല. ഇപ്പൊ പാലസ്തീൻ ഒരു സ്റ്റൈല് മാത്രമാണ്. പാലസ്തീൻ രാജ്യം ഉണ്ടാകണമെന്ന് പറയുന്നത് ലോകത്തെ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഒരു സ്റ്റൈല് പോലെ ആയിട്ടുണ്ട്. 156 രാജ്യങ്ങൾ ഞങ്ങൾ പാലസ്തീൻ കോസിനോടൊപ്പമാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. പക്ഷെ ഒരു ചെറു വിരല് പോലും യഥാർത്ഥത്തിൽ അനക്കാൻ ഈ രാജ്യങ്ങൾക്കാവില്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇത് പെർമനന്റ്ലി ഫ്രീസറിൽ വെക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നത്. അതുകൊണ്ടാണ് ഹമാസ് നിരായുധീകരിക്കപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. അവർ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഹമാസ് ഒരു സ്റ്റേറ്റ് ആക്ടർ അല്ല. അവര് സ്റ്റേറ്റ് എന്ന പാലസ്തീൻ സ്റ്റേറ്റ് എന്ന ആശയത്തിന് വേണ്ടി നിലകൊള്ളുന്ന നോൺ സ്റ്റേറ്റ് പ്ലെയർ മാത്രമാണ് ഹമാസ്. അതുകൊണ്ട് ഹമാസ് നിരായുധീകരിക്കപ്പെട്ടാൽ അതിനർത്ഥം യഥാർത്ഥത്തിൽ പാലസ്തീൻ കോസിൽ നിന്നും പൂർണ്ണമായി അവർ മാറുന്നു. ബലപ്രയോഗത്തിലൂടെ അല്ലാതെ പലസ്തീൻ രാഷ്ട്രം സാധ്യമാവില്ല എന്നാണ് ഹമാസ് വിശ്വസിക്കുന്നത്. പക്ഷെ ബലപ്രയോഗത്തിലൂടെ മാത്രം സാധ്യമാവില്ല എന്നറിയാം. അറബ് രാജ്യങ്ങൾ കൂടി ഒരുമിച്ച് നിന്നാൽ മാത്രമേ എന്തെങ്കിലും സാധ്യമാവുമെങ്കിൽ അത് സാധ്യമാവും. അത് നടക്കാപ്പാകാത്തിടത്തോളം കാലം ഇതെല്ലാം വളരെ താൽക്കാലികമായ ചില വ്യക്തികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ മാത്രം കഴിയുന്ന ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമാധാന കാര്യങ്ങൾ. അതുകൊണ്ടാണ് ശാശ്വത സമാധാനം ഇപ്പോഴും അകലെയാണെന്ന് പറയുന്നത്. രേണുക, തീർച്ചയായും. നിർമ്മൽ എബ്രഹാം, നോക്കൂ, ഇവിടെ ഇപ്പോ ട്രംപ് പറയുന്നു ഈ സമാധാന കരാർ അവിടെ തന്നെയുണ്ട്, ഹമാസ് ഈ കരാർ നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്. അക്കാര്യം ഇൻഡയറക്ട്ലി അവർ നടക്കുന്ന ചർച്ചകളിൽ ഹമാസ് തന്നെ പറയുന്നുണ്ട് എന്ന കാര്യം ട്രംപ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങൾ, അവിടെ ഇസ്രായേൽ ആരോപിക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ ഹമാസിലെ തന്നെ റിബൽ ഗ്രൂപ്പ് നടത്തുന്ന ആക്രമണങ്ങളാണ് എന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്ന് ട്രംപ് വിശദീകരിക്കുന്നു. ട്രംപിന്റെ അഡ്വൈസർ ജറേഡ് കുഷ്നർ വ്യക്തമാക്കുന്നുണ്ട് എങ്ങനെയാണ് നെതന്യാഹുവിനെ കൊണ്ട് ഖത്തറിനോട് ക്ഷമ പറയിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്, അതിലെ ട്രംപിന്റെ പങ്ക് എന്തായിരുന്നു, അത് എത്രമാത്രം കഠിനമായ പ്രോസസ്സായിരുന്നു എന്നത് ജറേഡ് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ആത്മാർത്ഥമായ ഇടപെടലുകൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യം നമ്മൾ കാണാതിരുന്നുകൂടാ. ഒരു പക്ഷേ ട്രംപിന്റെ സമ്മർദ്ദങ്ങൾക്ക് നെതന്യാഹു വഴങ്ങാതിരിക്കുന്ന സാഹചര്യമാണോ ഇവിടെ സംജാതമാകുന്നത്?
ഈ അറബ് രാഷ്ട്രങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നു. ഖത്തറിനെ മെരുക്കുന്നതിന് ഖത്തറാണ് ഇതിന് വളരെ മുൻകൈ എടുത്തിട്ടുള്ള ഒരു അറബ് രാഷ്ട്രം. അവരെ വീണ്ടും ടേബിളിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നതിൽ, അവരോട് മാപ്പ് പറയിക്കുന്നതിലൊക്കെ ട്രംപ് ഇടപെടുന്നുണ്ട്. അങ്ങനെ നെതന്യാഹു ഒരുപക്ഷെ ട്രംപിന്റെ നിർദ്ദേശങ്ങൾ മറികടക്കുന്നതാണോ? നെതന്യാഹുവിനെ ട്രംപിന് പരിധിയിൽ നിർത്താൻ കഴിയാതെ പോകുന്നതാണോ? എങ്ങനെയാണ് താങ്കൾ അതിനെ നോക്കിക്കാണുന്നത്? ഇതിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞ പോലെ രണ്ടു കൂട്ടരുടെയും ലാബ്സ് ഉണ്ടാകുമ്പോൾ ആരെയാണ് ട്രംപിന് കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് ട്രംപിന് പ്രഷർ ചെലുത്തിക്കൊണ്ട് ഇവരെ ആരെങ്കിലും കൊണ്ട് സീസ് ഫയർ നടപ്പാക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം. അതിൻ്റെ അത് ട്രംപിന് ആകെ ചെയ്യാം. ഇപ്പൊ ഇസ്രായേലിന് മേൽ വേണമെങ്കിൽ ട്രംപിന് ഡയറക്ട്ലി ഒരു ലിവറേജ് ഉണ്ടെന്ന് വേണേൽ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ മിലിറ്ററി ഫണ്ടിങ് $3.8 ബില്യൺ ഫണ്ടിങ് ആണ് ഓരോ വർഷവും അമേരിക്ക നൽകുന്നത്. ടെക് സപ്പോർട്ട് ഉണ്ട്, സർവേലൻസ് സപ്പോർട്ട് ഉണ്ട്, ഇന്റലിജൻസ് സപ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതുകൂടാതെ ഏത് സമയത്ത് എന്ത് ചെയ്താലും ഇന്റർനാഷണൽ ഫോറംസിൽ UN-ലൊക്കെ വീറ്റോ പവർ കൊണ്ട് ഇസ്രായേലിനെ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ അമേരിക്കയ്ക്ക് ട്രംപിന്റെ പേഴ്സണൽ നേട്ടത്തിന് വേണ്ടി, അമേരിക്ക യൂഷ്വലി അങ്ങനെ ചെയ്യില്ല ഇസ്രായേലിനോട്, പക്ഷെ ട്രംപ് അങ്ങനെ ചെയ്തു എന്ന് കരുതുക. അതായത് ഇനി മുതൽ വീറ്റോ പവർ നിങ്ങൾക്ക് വേണ്ടി എക്സസൈസ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് ഫണ്ടിങ് തരുന്നില്ല, മിലിറ്ററി എയ്ഡ് തരുന്നില്ല, ഇന്റലിജൻസ് തരുന്നില്ല എന്ന് ട്രംപ് പറഞ്ഞു. ആർക്കെങ്കിലും ഈ പാനൽ തോന്നുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളഞ്ഞു ചുറ്റിയ ഒരു ബന്ധമാണ് അമേരിക്കയായിട്ടുള്ളത്. ഞാൻ മുമ്പൊരു ചർച്ചയിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞ അമേരിക്ക ഇസ്രായേലിനെയാണോ ഇസ്രായേൽ അമേരിക്കയാണോ പേടിക്കുന്നത് എന്നുള്ളത് വേണം ജനങ്ങൾ തിരിച്ചറിയാൻ. അതായത് അമേരിക്കയ്ക്ക് ഒരു ലെവൽ വരെ ഇസ്രായേലിന് അമേരിക്കയ്ക്ക് മേൽ ലിവറേജ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരുപാട് ഹിസ്റ്ററി ഉണ്ട് പറയാൻ, അതിലോട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ട്രംപിന് ഒരു പരിധി വിട്ട് ഇസ്രായേലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ നമുക്ക് ഫാക്ച്വലി പറയാം. വീറ്റോ പവർ എടുത്ത് മാറ്റിക്കൂടെ, അല്ലെങ്കിൽ അത് എക്സസൈസ് ചെയ്യാതിരുന്നൂടെ, പൈസ കൊടുക്കാതിരുന്നൂടെ, മിലിറ്ററി എയ്ഡ് കൊടുക്കാതിരുന്നൂടെ എന്നൊക്കെ പറയാം. എന്നല്ലാതെ ചെയ്യാൻ പറ്റില്ല. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്ന്, നേരത്തെ പലതവണ സൂചിപ്പിച്ച പോലെ ഹമാസ് ഒരു സ്റ്റേറ്റ് ആക്ടർ അല്ല. അതുകൊണ്ട് തന്നെ ഡയറക്ട്ലി അമേരിക്ക അവരെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ടാണ് കാണുന്നത്. ടെററിസ്റ്റുകളുമായിട്ട് അമേരിക്ക നെഗോഷിയേറ്റ് ചെയ്യാറുമില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ എന്താണ് ട്രംപിന് ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അറബ് നേഷൻസ് ആയ ഖത്തറോ ടർക്കിയോ ഈജിപ്റ്റോ ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ മേൽ പ്രഷർ ചെലുത്തിക്കൊണ്ട് ഹമാസിനെ കൊണ്ട് ഒരു അംഗീകരിപ്പിക്കുക എന്നുള്ളതാണ് ട്രംപിന് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അതും ഞാൻ ഈ ഹൊറൈസണിൽ കാണുന്നില്ല. കാരണം ഇരു കൂട്ടർക്കും, അതായത് ഹമാസിനായിക്കോട്ടെ ഇസ്രായേലിനായിക്കോട്ടെ, നേരത്തെ പറഞ്ഞ പോലെ വ്യക്തമായിട്ടുള്ള അജണ്ട ഇതിന് പിന്നിലുണ്ട്. നേരത്തെ താങ്കൾ സൂചിപ്പിച്ച കാര്യം വളരെ കറക്റ്റ് ആണ്. അതായത് ഇത് സംശയിക്കേണ്ടിയിരിക്കുന്നത്, അതായത് എങ്ങനെയെങ്കിലും ഹോസ്റ്റേജസിനെ തിരികെ എത്തിച്ച് അടുത്ത phase 2 എന്ന് പറയുന്ന phase 2 ഓഫ് വാറിലോട്ട് തന്നെ കടക്കുക എന്നുള്ളതായിരുന്നോ ട്രംപിന്റെ ഉദ്ദേശം എന്നൊരു ചോദ്യചിഹ്നമുണ്ട്. ഇനി ഹമാസിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഏറെക്കുറെ തെളിഞ്ഞു വരുന്നത് പബ്ലിക് മാധ്യമങ്ങൾ പോലും. ഇപ്പൊ കഴിഞ്ഞ ദിവസം മുഹമ്മദ് നസൽ എന്ന് പറഞ്ഞ ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോയുടെ മെമ്പർ ആയിട്ടുള്ള അദ്ദേഹം റോയിട്ടേഴ്സിന് കൊടുത്ത ഇന്റർവ്യൂവിൽ വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇപ്പം തിരിച്ചു വന്ന് പോസ്റ്ററിംഗ് നടത്തിയതിനെ അനുകൂലിക്കുന്നു. ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും അനുകൂലിക്കുന്നു, ഞങ്ങൾക്കത് ചെയ്യേണ്ടി വന്നു, ഞങ്ങളത് ചെയ്തൊരു തെറ്റല്ല എന്നവർ പറയുന്നു. ഡിസാർമമെന്റിനെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും സംസാരിക്കുന്നില്ല, അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഉത്തരം പറയാൻ സമയമായിട്ടില്ല എന്ന് പറയുന്നു. അതേപോലെ ഇസ്രായേലിനെ പതിവ് പോലെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിന് ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ടെങ്കിൽ 5 വർഷം ട്രാൻസിഷൻ പീരീഡ് തരാം, ആ സമയത്ത് പക്ഷെ ഹമാസിന് തന്നെ കൺട്രോൾ വേണമെന്ന് പറയുന്നു. അപ്പൊ അതൊക്കെ അവരുടെ ഇത്രയും നാളത്തിലുള്ള വാക്കാലുള്ള കാര്യങ്ങൾ കമന്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ശ്രീ PM നാരായണൻ പറഞ്ഞ പോലെ അതിൻ്റെ അകത്ത് ഹമാസിന് എത്രത്തോളം താല്പര്യം ഈ സീസ് ഫയർ നടത്തി കിട്ടണമെന്നുണ്ട് എന്ന് കരുതുന്നില്ല. പിന്നെ നേരത്തെ ശ്രീ PM നാരായണൻ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു, അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഒന്നുകൂടെ വ്യക്തമായിട്ടുള്ള മറുപടി അദ്ദേഹം പറഞ്ഞു. അതായത് ഇസ്രായേൽ ഒരു സ്റ്റേറ്റ് ആക്ടറാണ്, ഹമാസ് ഒരു സ്റ്റേറ്റ് ആക്ടർ അല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇസ്രായേലിന് കുറച്ച് റെസ്പോൺസിബിലിറ്റി ആകാം ഈ കാര്യത്തിൽ. എന്ന് ഇരുന്നാലും രണ്ടു കൂട്ടരുടെയും ലാബ്സും രണ്ടു കൂട്ടരും മനഃപൂർവ്വമായിട്ട് തന്നെ താമസിപ്പിക്കുകയാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. തീർച്ചയായും ശ്രീ PM നാരായണൻ, ട്രംപ് UN-ൽ പറഞ്ഞതാണ്, ഞാൻ 7 മാസത്തിനിടെ 7 യുദ്ധം അവസാനിപ്പിച്ചു, എന്തിനാണ് UN പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചതാണ്, പിരിച്ചു വിട്ടുകൂടെ എന്ന് ചോദിച്ചതാണ്. അതേപോലെ ഒരു അഭിപ്രായം പറഞ്ഞ ഒരാൾ പിന്നെ നമ്മുടെ പാനലിസ്റ്റായ നിർമ്മൽ എബ്രഹാമാണ്. ഇപ്പോൾ ട്രംപാണ് ഈ സീസ് ഫയറിനെ കുറിച്ച് അനൗൺസ് ചെയ്യുന്നത്. ഈ സീസ് ഫയറിലേക്ക് കാര്യങ്ങൾ എത്താൻ 20-ദിന പദ്ധതി നിർദ്ദേശിക്കുന്നതും പിന്നീട് അത് നടപ്പാക്കുന്നതും അതിൻ്റെ ചർച്ചകൾ നടത്തുന്നതും ഈജിപ്തിലേക്ക് എത്തുന്നതും ഇപ്പോൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഇസ്രായേലിലേക്ക് അഡ്വൈസറെയും മറ്റും അയക്കുന്നതും JD വാൻസിനെയൊക്കെ അയക്കുന്നതും ഒക്കെ ട്രംപാണ്. എല്ലാ ഘട്ടത്തിലും ഇടപെടുന്നത് ട്രംപാണ്. എന്താണ് UN ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് ഈ ഘട്ടത്തിലെങ്കിലും ഇടപെടാൻ കഴിയാത്തതും, അല്ലെങ്കിൽ ഈ സമാധാന പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്?
ഈ ട്രംപിന്റെ യുദ്ധം നിർത്താനുള്ള ആത്മാർത്ഥതയെക്കുറിച്ച് യാതൊരു സംശയവും എനിക്കില്ല. വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പല യുദ്ധങ്ങളുടെയും ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് അദ്ദേഹത്തിന് പലപ്പോഴും അറിയുന്നില്ല എന്നുള്ളതും കൂടെ ഒരു പ്രശ്നമാണ്. ഈ അറബ് അല്ലെങ്കിൽ ഇസ്രായേൽ ഇഷ്യൂ എന്നുള്ളത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അത് അംഗീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഏതൊരു ചർച്ചയും തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. കടുത്ത ജൂത വിരോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറബ് രാജ്യങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അവിടെ നിലനിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് തർക്കത്തിന് യാതൊരു ഒരു സ്കോപ്പുമില്ല. ഉദാഹരണത്തിന് ഞാൻ പറയാം, നമ്മൾ ഈ ബോംബെ അറ്റാക്കിന്റെ സമയത്ത് ഈ ബോംബെയിലേക്ക് വന്ന തീവ്രവാദികൾ ഈ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും അറ്റാക്ക് ചെയ്യുകയും ബോംബെയിൽ എത്രയോ വേറെ ബിൽഡിങ്ങുകളുണ്ട് അതൊന്നും നോക്കാതെ ഒരു ജൂത കെട്ടിടത്തെ തെരഞ്ഞു പിടിച്ച് അറ്റാക്ക് ചെയ്ത് അതിൽ 5 പേരെ വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു 2008. ഈ രണ്ട് സമൂഹങ്ങൾക്കിടയിലുള്ള ജൂത വിരോധത്തിന്റെ അല്ലെങ്കിൽ അറബ് വിരോധത്തിന്റെ, ഇത് പരസ്പരമാണ് ഞാൻ പറഞ്ഞത്, ഒരു ഭാഗത്തല്ല, അറബ് വിരോധത്തിന്റെ ഒരു വലിയ ഹിസ്റ്റോറിക്കൽ ബാഗേജ് ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഈ വസ്തുത പലപ്പോഴും ട്രംപിന് അറിയാതെ പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ടാണ് അദ്ദേഹം വിചാരിക്കുന്നത് ഒരു ഡീലിലൂടെ, ഞാനൊരു ഡീൽ മേക്കർ ആണെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്, ഒരു ഡീലിലൂടെ അല്ലെങ്കിൽ ഒരു 20 ദിന പരിപാടിയിലൂടെ ഇത്തരം സംഘർഷങ്ങളെ ലഘൂകരിക്കാമെന്നുള്ള ഒരു ലളിതമായിട്ടുള്ള ഒരു മനസ്സിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും ട്രംപിന്റെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും യുദ്ധങ്ങൾ നിർത്തേണ്ട താല്പര്യങ്ങളുണ്ട്. അതിന് അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളുണ്ട്. അപ്പം ഈ മേഖലയിലെ യുദ്ധങ്ങൾ നിർത്തുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റിനും വലിയ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങൾക്കും റിയൽ എസ്റ്റേറ്റിനും ഒക്കെ സാധ്യത അദ്ദേഹം മുന്നോട്ട് കാണുന്നുണ്ട്. മേ ബി ട്രംപിന്റെ ഈ യുദ്ധം നിർത്തിയാൽ അതുകൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങളെ കുറിച്ചുള്ള കാൽക്കുലേഷൻസ് വേറെ ഉണ്ടെങ്കിൽ പോലും ഈ സാഹചര്യത്തിൽ യുദ്ധം നിർത്താനുള്ള അദ്ദേഹത്തിന്റെ എല്ലാ ഇനീഷ്യേറ്റീവ്സും നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. ആ അർത്ഥത്തിൽ വലിയൊരു പരിധി വരെ അദ്ദേഹം അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ 10 ദിവസത്തിനുള്ളെങ്കിലും കുറെ പേരെങ്കിലും കൊല്ലപ്പെടാതിരുന്നിട്ടുണ്ട് ആ മേഖലയിൽ. ഇത് മാത്രവുമല്ല, ഇപ്പൊ നമുക്ക് ഈ മേഖലയിലെ തൽക്കാലത്തേക്കെങ്കിലും നമ്മൾ ഹമാസ് ആയുധം താഴെ വെച്ച് പിൻവാങ്ങി എന്ന് തന്നെ കരുതുക. ഈ അറബ് മേഖല ഈ ഹമാസിനെ, ടെററിസ്റ്റ് ഓർഗനൈസേഷനെ ബാക്ക് ഡോറിലൂടെ സപ്പോർട്ട് ചെയ്യുന്നിടത്തോളം കാലം ഇത്തരത്തിലുള്ള ഈ ടെററിസ്റ്റുകളൊന്നും ഇല്ലാതാവാൻ പോകുന്നില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇത് ഒരു ഉദാഹരണം പറയാം. 3 വർഷം ഇവർ ഒളിഞ്ഞിരുന്ന് അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുകയാണെങ്കിൽ പോലും ഇപ്പം താലിബാൻ എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ 20 വർഷം 40 രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം ചെയ്തു താലിബാനെതിരെ. അവസാനം അമേരിക്ക 20 വർഷം യുദ്ധം ചെയ്തതിന്റെ ഗുണം മുഴുവൻ 20 ദിവസം കൊണ്ട് തട്ടിത്തെറിപ്പിച്ചാണ് താലിബാൻ അധികാരത്തിലേക്ക് തിരിച്ചു വന്നത്. ഇത്തരത്തിലുള്ള ഒരു രാജ്യത്തിന്റെ വികാരത്തെ നമ്മൾ അത്ര ചെറുതായി കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഹമാസിനെ, ഞാനതാണ് ആദ്യം പറഞ്ഞത്, ഹമാസിനെ ഒതുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഹമാസിനെ കൈകാര്യം ചെയ്യണമെങ്കിൽ അറബ് മേഖല വിചാരിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഖത്തറിനായിരിക്കാം, അല്ലെങ്കിൽ ടർക്കിക്കായിരിക്കാം, ബാക്കിയുള്ള രാജ്യങ്ങൾക്കാണ്, പാകിസ്ഥാനായിരിക്കാം. ഇത്തരത്തിലുള്ള ഒരു നീക്കം അറബ് മേഖലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് എനിക്ക് തോന്നുന്നത് ഈ ട്രംപ് കൊടുക്കുന്ന ഉറപ്പിനേക്കാൾ കൂടുതൽ ഒരു കംഫർട്ട് ഹമാസിന് കൊടുക്കാൻ പറ്റും. ഹമാസ് എന്നുള്ളത് ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ്. അവരെ ഹാൻഡിൽ ചെയ്യേണ്ടത് ഒരു സ്റ്റേറ്റിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലല്ല. അതിന് നമുക്ക് വേറെ തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് ഇനീഷ്യേറ്റീവ്സിന്റെ ആവശ്യമുണ്ടാവും. ഇതിന്റെ ഒരു മിസ്സിംഗ് ഞാൻ ഈ മേഖലയിലെ ഇപ്പോൾ കാണുന്ന പ്രശ്നത്തിന് മുമ്പിൽ കാണുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഇപ്പോൾ ഹമാസ് ഈ വിഷയങ്ങൾ, അതായത് ഇന്നലെ ഉണ്ടായ ഏറ്റവും രക്തരൂക്ഷിതമായ ആക്രമണത്തിൻ്റെതുൾപ്പെടെയുള്ള വിവരങ്ങൾ ഖത്തറുമായും ഈജിപ്തുമായും ഡിസ്കസ് ചെയ്യുന്നു എന്ന വിവരമാണ് വരുന്നത്. അപ്പോൾ അതിനുള്ള നീക്കങ്ങൾ ഹമാസിൻ്റെ ഭാഗത്തു നിന്നുമുണ്ട്. അറബ് രാഷ്ട്രങ്ങൾ നമുക്കറിയാം ഈ സമാധാന ഉടമ്പടിയിലേക്ക് എത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച രാഷ്ട്രങ്ങളാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് തുടരെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. റഫ അതിർത്തി തുറന്നു കൊടുത്തിട്ടില്ല. ഇതുവരെ ഈ കരാർ അടിസ്ഥാനമാക്കി എത്തേണ്ടുന്ന ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെയുള്ള സഹായത്തിൻ്റെ പകുതി മാത്രമേ ഇപ്പോൾ പോലും ഗസയിലേക്ക് എത്താൻ ഇസ്രായേൽ അനുവദിച്ചിട്ടുള്ളൂ എന്നതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവിടെ ഏറ്റവും ആദ്യം വേണ്ടത് ഇതുപോലെയുള്ള എയ്ഡുകളാണ്. അതവിടെ എത്തുന്നതിന് പോലും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കരാറുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ വരുത്തുന്ന വീഴ്ചകൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച് അറബ് രാഷ്ട്രങ്ങളെ ഹമാസ് ധരിപ്പിക്കുന്നു. മറ്റൊന്ന്, ഇവിടെ PM നാരായണൻ സൂചിപ്പിച്ചതുപോലെ ഒരു
സ്വതന്ത്ര സമാധാന സമിതി എന്ന ട്രംപ് നേതൃത്വം നൽകുന്ന സമിതിക്ക് അധികാര കൈമാറി കൊണ്ടുള്ള പരിഹാരം എന്നത് ഹമാസിനെ സംബന്ധിച്ച് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഒപ്പം നിരായുധീകരണം എന്ന കാര്യം കൂടിയിരിക്കുന്നു. അതിന് പക്ഷേ നിരായുധീകരണത്തിനപ്പുറം അവർ കാരണമായി പറയുന്നത് ഈ സ്വതന്ത്ര സ്റ്റേറ്റ് ഇല്ലാതെ അവർക്ക് ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റില്ല എന്നതാകും. അപ്പോൾ അതിലും ഒരു സമവായ നീക്കം എന്നത് സാധ്യമാകണമെങ്കിൽ വിചാരിക്കേണ്ടത് അറബ് രാഷ്ട്രങ്ങളാണ്. അറബ് രാജ്യങ്ങളുടെ ഒരു പ്രസക്തി തീർച്ചയായും രേണുക, അതിനെ നമ്മൾ ചെറുതായി കാണരുത്. യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ ഈ പ്രക്രിയയിൽ ട്രംപ് നിർബന്ധപൂർവ്വം കൊണ്ടുവന്നതാണ്. അവർക്ക് താല്പര്യമുള്ളതുകൊണ്ട് മാത്രമല്ല, അവരെല്ലാം തന്നെ പരമാവധി അറബ് രാജ്യങ്ങളെ, ഈജിപ്തിനെയും ഖത്തറിനെയും സൗദി അറേബ്യയും UAEയെയും അതുപോലെയുള്ള ഏതാണ്ട് എല്ലാ ആ മേഖലയിലെ ഏതാണ്ട് എല്ലാ അറബ് രാജ്യങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് ട്രംപിനൊരു വലിയ ക്രെഡിറ്റാണ്. അവരെല്ലാം തന്നെ അമേരിക്ക മുന്നോട്ട് വെച്ച പദ്ധതിയെ അംഗീകരിക്കാൻ തയ്യാറാവുകയും ചെയ്തു. അത് ചില്ലറ നേട്ടമൊന്നുമല്ല. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്റർനാഷണൽ നെഗോഷിയേറ്റർ അല്ലെങ്കിൽ ഒരു മൂവർ ആൻഡ് ഷേക്കർ എന്ന നിലയിൽ അത് വളരെ വലിയ നേട്ടം തന്നെയാണ്. പക്ഷേ ഈ ഏത് ട്രീറ്റിയുടെയും ഒരു പ്രധാന ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത് കമ്മിങ് ഇൻ ടു ഇഫക്റ്റ് അല്ലെങ്കിൽ കമ്മിങ് ഇൻ ടു ഫോഴ്സ്. ഒരു കരാർ ഒപ്പിടാൻ എളുപ്പമാണ്, പക്ഷെ ഇത് നടപ്പാക്കുന്നത് പല ഘട്ടങ്ങളായി നടപ്പാക്കുമ്പോൾ ഈ കരാറിൽ ഒപ്പുവെച്ച ഇപ്പൊ 4 രാജ്യങ്ങളാണ് ഒപ്പുവെച്ചിട്ടുള്ളത്. തുർക്കിയും ഈജിപ്തും ഖത്തറും അതുപോലെ അമേരിക്കയും, ഈ 4 രാജ്യങ്ങളാണ് ഒപ്പിട്ടത്. ഇസ്രയേലും ഹമാസും ഒപ്പിട്ടിട്ടില്ല എന്നുകൂടി ഓർക്കണം. അങ്ങനെയെങ്കിൽ ഈ 4 രാജ്യങ്ങൾക്ക് ഇത് നടപ്പാക്കുന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കണം, പദ്ധതി ഉണ്ടാക്കണം, അത് ചെയ്തിരിക്കണം. ഉദാഹരണത്തിന് ഒരു അറബി സമാധാന സംരക്ഷണ സേനയുടെ വിന്യാസം ഉണ്ടാകണം. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? യെല്ലോ ലൈനിലേക്ക് അല്ലെങ്കിൽ സ്വയം പ്രഖ്യാപിതമായ ഒരു യെല്ലോ ലൈൻ എന്ന് പറയുന്ന ഒരു യഥാർത്ഥ നിയന്ത്രണ രേഖയിലേക്ക് ഇസ്രയേൽ പട്ടാളം പിന്മാറിയിരിക്കുന്നു, IDF പിന്മാറിയിരിക്കുന്നു. ബാക്കി പ്രദേശങ്ങളിൽ ഹമാസ് അതിന്റെ യൂണിറ്റുകളെ വിന്യസിപ്പിച്ചിരിക്കുന്നു. വടക്കൻ ഗാസയിലേക്കും ഗാസ സിറ്റി, മധ്യ ഗാസ, ഖാൻ യൂനിസ്, അതുപോലെ തെക്കൻ ഗാസ, റഫ ഉൾപ്പെടുന്ന തെക്കൻ ഗാസ, ഈ 5 പ്രവിശ്യകളിലേക്കും ഹമാസ് അതിന്റെ സായുധ യൂണിറ്റുകളെ വിന്യസിച്ചിരിക്കുന്നു. അവിടെ അപ്പോൾ ക്രമസമാധാന പാലനം അവിടെ അവരാണ്. കഴിഞ്ഞ 10 ദിവസമായി കൃത്യമായി പറഞ്ഞാൽ ഹമാസ് തന്നെയാണ് ഇന്റേണൽ സെക്യൂരിറ്റി, ഹമാസ് തന്നെയാണ് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ, ഹമാസ് തന്നെയാണ് ഡിഫാക്ടോ അതോറിറ്റി. ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തീർക്കുന്നത് ഇടക്കാല സംവിധാനമാണ്. ട്രംപ് കൈമലർത്തി. കഴിഞ്ഞ ആഴ്ച ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞു, ഇത് താൽക്കാലികം മാത്രമല്ലേ, ഇവിടെ ഇന്റേണൽ ക്രമസമാധാനത്തിന് ഒരു സമ്പ്രദായം വേണമല്ലോ, അതില്ലല്ലോ, അതുകൊണ്ട് തൽക്കാലത്തേക്ക് മാത്രമാണ്, ആത്യന്തികമായി അവർക്ക് പുറത്തു പോകേണ്ടി വരും. പക്ഷേ ഇതങ്ങനെയല്ല. ഒരു അറബി സമാധാന സേന, അതിൽ അമേരിക്കൻ ട്രൂപ്സ് ഒന്നും ഉണ്ടാകേണ്ട കാര്യമില്ല, അറബികൾ മാത്രം മതിയാകും. ആ ഒരു കാര്യമെങ്കിലും ഉറപ്പുവരുത്താൻ കഴിയാതെ ഇത് മുന്നോട്ട് പോയതിലുള്ള വലിയ ഒരു പാളിച്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഒരിക്കലും ഇതൊരു താരിഫായി കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു പിടിക്കുക എന്നത് ഏതാണ്ട് ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രയേലിന് ഇപ്പോൾ ഒരു വലിയ ലിവറേജ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഓരോ ചെറിയ വെടിനിർത്തലും അല്ല ഓരോ ചെറിയ സംഘർഷവും ഇനിയും ധാരാളം സമയവും വേണം. ഈ പദ്ധതിയിലെ ന്യൂനതകൾ തന്നെ പരിഹരിച്ചു വേണം മുന്നോട്ട് പോകാൻ. അതിന് കൂടുതൽ ചർച്ചകളും മറ്റുമൊക്കെ ആവശ്യമായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. നിർമ്മൽ, നമുക്ക് സമയം കുറവാണ് എങ്കിൽ പോലും നോക്കൂ, ഈ ട്രംപിനെ സംബന്ധിച്ച് ഇനി ഇതിന് ചെലവാക്കാനുള്ള സമയം എത്ര എന്നൊരു ചോദ്യമുണ്ടല്ലോ. അദ്ദേഹത്തിനെതിരെ ആഭ്യന്തരമായി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. ന്യൂയോർക്കിലും ലണ്ടനിലുമൊക്കെ ആയിരങ്ങൾ പങ്കെടുക്കുന്ന പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ട്രഷറി നിയന്ത്രണം ഒരുപക്ഷെ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ദിവസത്തിലേക്ക് നീങ്ങുമോ എന്നൊക്കെയുള്ള ആശങ്ക, മറ്റ് പ്രശ്നങ്ങളൊക്കെയുണ്ട്. ട്രംപിന് ഇതിന്റെ മുന്നോട്ട് പോക്കിൽ ഇനി എത്രമാത്രം കോൺട്രിബ്യൂഷൻ സാധ്യമാകും? അല്ല, ട്രംപിന്റെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ വേണ്ടല്ലോ. അതിൻ്റെ അകത്ത് ഇപ്പൊ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും പോലുള്ള റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടായാൽ മതിയാവും. പിന്നെ മാത്രമല്ല, ഈ അവിടുത്തെ പ്രശ്നങ്ങൾ ഇപ്പോൾ ട്രഷറിയും അല്ലെങ്കിൽ ഇത് കൂട്ടിപ്പോയതിന്റെ ഒരു ഉത്തരവാദി ട്രംപ് മാത്രമല്ല, ഡെമോക്രാറ്റിക് പാർട്ടി പുതിയ ബില്ല് പാസ്സാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് അതൊരു ഇന്റേണൽ ഇഷ്യൂ ആയിട്ട് അവർ എക്സ്പെക്ട് ചെയ്തൊരു കാര്യമായിട്ട് തന്നെ വേണം കാണാൻ. ഇത് തീർച്ചയായിട്ടും മുന്നോട്ട് തന്നെ പോകും. പക്ഷേ ഇത് എത്രത്തോളം എഫക്റ്റീവ് ആകുന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ 2 കൂട്ടരുടെയും വില്ലിങ്നെസ് പോലിരിക്കും. ഹമാസിന്റെയും ഇസ്രായേലിന്റെയും വില്ലിങ്നെസ് പോലിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രംപിന് ഓൺ പേപ്പർ നമുക്ക് വേണേൽ പറയാം കുറച്ച് പവേഴ്സ് ഉണ്ട് ഇസ്രായേലിനെതിരെ പ്രയോഗിക്കാൻ, പക്ഷെ അദ്ദേഹം അത് പ്രയോഗിക്കാൻ സാധ്യതയില്ല. ഈ ഹമാസിന് അദ്ദേഹത്തിന് ഡയറക്റ്റ് ആയിട്ട് യാതൊരു ലിവറേജും ഇല്ല. സോ അങ്ങനെ ഇരിക്കെ സ്വയം തീരുമാനിക്കാതെ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളുടെ ശക്തമായ പ്രഷർ ഇല്ലാതെ സീസ് ഫയർ മുന്നോട്ട് നീങ്ങുമെന്ന് കരുതുന്നില്ല. ശരി.
വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. നമുക്ക് കാത്തിരിക്കാം വെടിനിർത്തൽ എങ്ങനെ സാധ്യമാകുമെന്ന്. ഗാസയിൽ വെടിനിർത്തൽ കരാർ അട്ടിമറിക്കുന്നത് ഇസ്രായേലോ എന്നതായിരുന്നു നമ്മളുടെ പ്രേക്ഷകരോടുള്ള ഇന്നത്തെ ചോദ്യം. അതേ എന്ന് 39% പേർ പറയുമ്പോൾ അല്ല എന്ന് പറയുന്നു 59% പേർ. പ്രൈം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.